വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടെ ഇവിടേക്ക് വന്നവർ ഒന്ന് കൈവോക്കിയേ. നുണയാണ്, മൊത്തം നുണ. ഇമാതിരി നുണ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടണം എന്നുള്ളതാണ്. കുറച്ച് പേരെങ്കിലും പൊക്കാതിരുന്ന് വെച്ചെങ്കിൽ ഞാൻ വിശ്വസിച്ചാണ്. ഇതെല്ലാവരും ഒക്കെ പൊക്കിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചേക്കനായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടേക്ക് വരാനായിട്ട് എന്നെ ഈ അച്ഛൻ, നല്ല സുന്ദരനും സുമുഖനുമായ നിങ്ങളുടെ ഡയറക്ടർ അച്ഛൻ എന്നെ വിളിച്ചു. അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ധനനഷ്ടം, മാനനഷ്ടം ഇവ ഉണ്ടാകും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ജനറേറ്റർ വരെ അടിച്ചു പോയിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട്. അപ്പം ഞാനത് ഇന്നലെ പറയണമെന്ന് വിചാരിച്ചാണ്. പിന്നെ വിചാരിച്ച് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അപ്പം വേറെ ഒന്നുമല്ല, തമ്പുരാൻ എന്നെ ബോധ്യപ്പെടുത്തുന്നതാണ്. എടാ, നീ തന്നെയാണ് അവിടെ പോകേണ്ടത്. അതിനു വേണ്ടിയിട്ട് എനിക്കൊരു ബോധ്യം തരും. പക്ഷെ അത് ഇത്രക്ക് കാര്യമായിട്ടുള്ള, അത് ഞാൻ പറയാനുള്ള, മരട് ഹോസ്പിറ്റലിൽ എന്നെ ഒരു ദിവസം വിളിച്ചായിരുന്നു. ഹോസ്പിറ്റലിൽ ഫുൾ ടൈം കറണ്ട് വേണ്ടതല്ലേ. അപ്പം ഞാൻ അവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ തൊട്ട് ഫ്രണ്ടിലെ ട്രാൻസ്ഫോമർ അടിച്ചു പോയി. അപ്പം അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കൻ എന്നെ വിളിക്കൂല. അത് കാരണം ഞാനത് അധികം പറഞ്ഞില്ല എന്നുള്ള. പിന്നെ ലിജേഷ് അച്ഛൻ എന്നെ വിളിച്ചത് എന്താ, വേറെ ആരെങ്കിലും വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് അവസാനം നമ്മളെ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്നോട് ഗാസ്പർ അച്ഛൻ പറഞ്ഞതാണ്, അച്ഛനെ വിളിച്ചാൽ കുഴപ്പമില്ല. ഗാസ്പർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സന്യാസി അല്ലേ, പുള്ളിയൊക്കെ നമ്മളെ റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ എനിക്കൊരു അംഗീകാരമാണ്. അതുകൊണ്ട് അത്രയുള്ള വിശുദ്ധരായ വൈദികരുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. സിസ്റ്ററെ, ആ പേനയും പേപ്പറൊക്കെ മടക്കി വെച്ചു, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിൻ്റെ, അതായത് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഇഷ്ടമല്ല. ഒന്ന്, നോട്ട് എഴുതണം എനിക്കിഷ്ടമല്ല. ചോദ്യം ചോദിക്കണം ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ചേക്കാനാണ്. അന്ന് ഞാൻ പ്രതികാരം ചെയ്തതാണ്. അന്ന് ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് ചെയ്ത പ്രതികാരമാണ്. എന്നെങ്കിലും ഒരു അവസരത്തിൽ എനിക്ക് പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ചോദ്യവും ചോദിക്കൂല, നോട്ട് എഴുതിക്കുകയുമില്ല. ടീച്ചർമാരെ, നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്ത് പഠിക്കണേ അല്ലേ സ്കൂളിൽ. അവർ കാശ് അവിടെ നിന്ന് മേടിച്ചു, ശരിക്കും അവരല്ലേ നോട്ട് എഴുതി തരേണ്ടത് അല്ല. എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്. അത് അന്നേരത്ത് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, തോറ്റുപോകും, പരീക്ഷയ്ക്ക് തോറ്റുപോകും. അതുകൊണ്ട് ഞാനിപ്പോൾ അതിന് ശേഷം ഞാൻ എവിടെ ക്ലാസ്സിന് പോയാലും നമ്മുടെ ഒരു ടെക്നോളജി അതാണ്. പിന്നെ ഞാൻ നേരത്തെ തന്നെ ചോദിച്ചു, നിങ്ങൾ ഇവിടെ വന്നിരിക്കണത് സന്തോഷത്തോടു കൂടിയാണെന്ന് ചോദിച്ചാൽ പറയും. അത് ശരിക്കും സന്തോഷമില്ലെന്ന് എനിക്കറിയാം. ഞാനിവിടെ വന്നേക്കണ നമുക്ക് സന്തോഷത്തോടെയാണ്. ഒരു കാര്യമില്ല, ഞാനല്ലെങ്കിൽ ഏതെങ്കിലും ഗതികെട്ടവന് ഇവിടെ വന്ന് നിൽക്കണം. എന്നെ കിട്ടിയില്ലെങ്കിൽ അച്ഛൻ ആരെയും കൊണ്ടുവരും. ഞാൻ വരാതിരുന്നുകൊണ്ട് 1.5 മണിക്കൂർ നിങ്ങൾക്ക് ലാഭം കിട്ടൂല, ഇല്ല. അച്ഛനെ എങ്ങനെയായാലും ഒരാളെ വിളിക്കും. എന്നാൽ പിന്നെ ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. എൻ്റെ പള്ളിയിൽ വളരെ തിരക്കുള്ള ദിവസമാണ്. പിന്നെ ഇന്ന് എൻ്റെ പള്ളിയിൽ വളരെ സന്തോഷമുള്ളൊരു സംഭവം നടക്കുകയാണ്. എനിക്ക് ട്രാൻസ്ഫറാണ്. അല്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഭയങ്കര സന്തോഷമായിരിക്കുള്ളൂ. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്, മറ്റേ വിമലവനത്തിലൊക്കെ കൊണ്ടുപോയി പൂച്ചനെ കളയൂലേ, അതേപോലെ കാറിന് കൊണ്ടുപോയി പിന്നിലും ബാക്കിലും ഒക്കെ ആൾക്കാരായിരിക്കും. ഇടയ്ക്കിറങ്ങി പോകരുത്, ഈ സാധനം തിരിച്ചു വരരുതല്ല. അതുകൊണ്ട് ഇത് അവിടെ കൊണ്ടുപോയി ഇറക്കി അവിടെ നിന്ന് ചായയും കുടിച്ച് അവിടെ നിന്ന് ഏൽപ്പിച്ച് കെട്ടിയെന്ന് വിളിച്ചിട്ടാണ് അവിടെ നമ്മൾ ഇങ്ങോട്ട് പോരുള്ളൂ. അത് നമ്മുടെയൊക്കെ ഈ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് അങ്ങനെയുള്ള വലിയ സന്തോഷകരമായ കാര്യം നടക്കുന്നതാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു, എല്ലാ ദിവസവും 3 കുർബാനയാണേ പള്ളിയിൽ. ഇതിന് ആൾക്കാർ കഷ്ടപ്പാടാണെന്ന് അറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ സെൻഡ് ഓഫ് പ്രമാണിച്ച് രാവിലെ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല, എല്ലാവർക്കും കിടന്നുറങ്ങാം. അതെൻ്റെ സെൻഡ് ഓഫ് പ്രമാണിച്ചില്ല, എനിക്ക് നിങ്ങളുടെ ക്ലാസ് എടുക്കാൻ വരണ്ടേ, എന്തെങ്കിലും ഒരു ടെക്നോളജി പറയണ്ടേ. അതുകൊണ്ട് ഞാൻ രാവിലെ അവിടെ കുർബാന വെച്ചില്ല, വൈകുന്നേരമാണ്. അപ്പോൾ എൻ്റെ കപ്പിയാരോടും പറഞ്ഞ്, ചേട്ടാ കിടന്നുറങ്ങിക്കോ. കപ്പിയാരേട്ടനൊക്കെ വല്ലപ്പോഴും ഉറങ്ങാനുള്ള അവസരം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷകരമായ കാര്യം അവിടെ നടക്കുന്നു. പിന്നെയെന്ന് വെച്ചാൽ ലിജേഷ് അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, ഇനി ഇതുപോലെ എനിക്കൊരു അവസരം കിട്ടാൻ സാധ്യതയില്ല. കാരണം എന്നെ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം വിളിക്കുള്ളൂ. ഞാൻ പറയണത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് പിന്നെ വിളിക്കാത്തതാണെന്നാണ് ഞാൻ ചിന്തിക്കണത്. പക്ഷെ അങ്ങനെയല്ല ശരി.
പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ഞാൻ നോട്ട് എഴുതണ്ടെന്ന് പറഞ്ഞ് വേറെ ഒന്നുമല്ല, ഇത് PDF എൻ്റെ അടുത്തുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതി, അതിൻ്റെ PDF ഞാൻ അയച്ചു തരും. ഒരു സ്ഥലത്തും ഈ PDF ചോദിച്ചിട്ടില്ല എന്നുള്ള, എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥലത്തും ചോദിച്ചിട്ടില്ല. പിന്നെ അച്ഛനല്ലേ, ക്ലാസ് എടുക്കാൻ തന്നെയല്ലേ, എഴുതിയില്ലെങ്കിൽ എന്ത് വിചാരിക്കും, ഞാനൊരു സിസ്റ്ററായി പോയില്ലേ മുമ്പ്. ഇത് എഴുതിയിട്ട് എവിടെ കൊണ്ടുപോയി വെക്കും, അവിടെ പിന്നെ കാണണത് ഈ പുസ്തകം കിടക്കണമെന്ന് പറയും. അത് നമ്മളുടെ ഒരു ശീലമാണല്ലേ, ഇതുപോലെ എഴുതിയേക്കണ എന്തോരം പുസ്തകങ്ങൾ കയ്യിലുണ്ടാവും, പിന്നെ കണ്ടിട്ടുണ്ട്, അത് തുറന്നു നോക്കിയിട്ടില്ല. ചില പേനയൊന്നും തെളിയണുണ്ടാവില്ല, ഇങ്ങനെയുള്ള മീറ്റിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ തരണ പേന തെളിയേമില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഹലോ ബാറ്ററി വീക്കാണോടാ, അതിൻ്റെ ഫ്രണ്ടിലൊന്നും നിന്നുകൊണ്ടാണ്. ഹലോ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ നിങ്ങൾക്ക്. കുറച്ച് പേര് അവിടെ ചില്ലുംകൂട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ ഈ മറ്റേ ബേക്കറിയിൽ ഇരിക്കണ പോലെയാണ്. കേൾക്കാൻ പറ്റണ്ടോ? ഓക്കെ, കേൾക്കാൻ പറ്റണല്ലേ? സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഓക്കെ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? കണ്ടേ, ഞാൻ അച്ഛത്തിരുന്ന് മുമ്പ് പറഞ്ഞല്ലേ ചോദിക്കൂലെന്ന്. ഇമാതിരി മെനക്കെട്ട സ്വഭാവമാണ് അച്ഛനെന്ന് ചോദിക്കണം അല്ലേ. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമല്ലേ, നിങ്ങൾ ആരാണ്? എന്തുത്തരം പറയും നിങ്ങൾ? പേര് പറയൂ. ഞാൻ പേരിലല്ലേ ചോദിച്ചത്, നിങ്ങൾ ആരാണെന്നല്ലേ ചോദിച്ചു. ഇതൊക്കെ മനുഷ്യരാ? ഞാൻ ഇതുവരെ ആത്മാവിനെ കണ്ടിട്ടില്ല. ഒന്ന് എഴുന്നേറ്റ്. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭയിൽ വലിയൊരു അത്ഭുതം നടന്നിരിക്കുന്നു. ഇതാ, നമുക്ക് ആത്മാവിനെ കാണാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ബഹുമാനിക്കാം, നമുക്ക് ആദരിക്കാം. എല്ലാവരും ഒന്ന് കൈയടിച്ച് ആത്മാവിന് വേണ്ടിയിട്ട് ഒരു സന്തോഷം. പ്രിയമുള്ളവരെ, ഈ ഒരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-20 ഉത്തരം നിങ്ങൾക്ക് തരാൻ പറ്റും. ഇവിടെ പറഞ്ഞതൊക്കെ ആത്മാവാണ്, ശരീരമാണ്, പേര് പറയും, ഭർത്താവിൻ്റെ പേര് പറയും, മകൻ്റെ പേര് പറയും, ഇന്നയാളുടെ മകനാണ്, ഇന്നയാളുടെ അമ്മയാണ്. അങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഇന്ന് ഈ ആൽഫ പാസ്റ്റർ സെൻറ്ററിൽ നിങ്ങളിരിക്കുമ്പോൾ, നിങ്ങളോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണ്? വിശ്വാസ പരിശീലകരാ ആണോ? വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? അച്ചി ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിക്കാം അല്ലേ? അത് ബേസിക്കാണല്ലേ. പ്രിയമുള്ളവരെ, ഇടയ്ക്ക് നിങ്ങളോട് തന്നെ ചോദിക്കണം, എനിക്ക് വിശ്വാസം ഉണ്ടോ? ഞാൻ മരിച്ചു പോകുമ്പോൾ സ്വർഗത്തിൽ പോകുമോ? മരണത്തിന് ശേഷം വേറൊരു ജീവനുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ പഠിപ്പിക്കാനല്ല, ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ തിരുഹൃദയത്തിൻ്റെ സന്നദ്ധിയിലോ അല്ലെങ്കിൽ പരിശുദ്ധ ദൈവാലയത്തിൻ്റെ മുമ്പിലോ വന്നിട്ട് ഒന്ന് ആലോചിക്കണം. ഇങ്ങനെയുള്ള വ്യക്തിപരമായ ചിന്തകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ലതാണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, കൊച്ചി രൂപതയിലെ വിശ്വാസ പരിശീലനത്തിലെ ഒരു ഭാഗമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കേണ്ട ഒരു ഗതികേട് വന്നത്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? വിശ്വാസ പരിശീലകനായതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? മറ്റേ പഴംപൊരി ചായയും കിട്ടൂലേ? ഇവിടെയല്ല, അവിടെ ഇടവകയിൽ ഇല്ലേ? ചായ ഉണ്ടാവൂലേ? അതെങ്കിലും കിട്ടണല്ലേ, ഞാൻ അതും കൂടിയും കൊടുക്കാറുള്ളൂ. പ്രിയമുള്ളവരെ, എന്താണ് ഞാൻ വളരെ ഗൗരവത്തിൽ തന്നെ ചോദിക്കുകയാണ്. കാറ്റക്കിസം പഠിപ്പിക്കാൻ വന്നതുകൊണ്ട്, വിശ്വാസ പരിശീലന മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉള്ള പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? വാട്ട്സ് യുവർ പ്രോഫിറ്റ്? പറഞ്ഞോ. എന്താണ് സന്തോഷം എന്ന് പറയുന്നുണ്ട്, ശരിയാണ്. ഞാൻ പറയുന്നു, പുറത്ത് പഠിപ്പിക്കാൻ പോയാൽ എന്ത് കിട്ടും? പണം കിട്ടും. ഇവിടെ പഠിപ്പിക്കാൻ വന്നാൽ എന്ത് കിട്ടും? വികാരിച്ചൻ്റെ അത്യാവശ്യത്തിന് തെറിയിട്ടും
മതാധ്യാപകരുടെ ഭാഗത്തുനിന്ന് കുറച്ച് തെറിയുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടും, അല്ലേ? ഇമാതിരി സാധനങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴും പിന്നെയും ഒരു ബാലൻസ് കിടപ്പുണ്ടാവും. അത് പുറത്തുനിന്ന് പണം കിട്ടുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നതാണ് പുണ്യം. ആ പുണ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോസ് അല്ലെങ്കിൽ ഭൗതികമായ നഷ്ടം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ വരുമ്പോൾ എനിക്ക് ഒരുപാട് നഷ്ടമുണ്ട്. ആ നഷ്ടത്തിനപ്പുറം ഒരു നേട്ടമുണ്ട്. അത് പുണ്യമാണെന്ന് പറയാം. അതെൻ്റെ പുണ്യമാണെന്നാണ് പറയാം. അത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് കിട്ടുന്നത് ചില സമയത്ത് നിങ്ങളിങ്ങനെ റോട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഓടി വന്നിട്ട് പറയും, ടീച്ചറെ എന്നെ കാറ്റഗിസം പഠിപ്പിച്ചാണ്. ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, വേറെ ഒന്നുമല്ല. ദാറ്റ്സ് ദ റിയൽ വെർച്യൂ. അത് നിങ്ങൾ എവിടെന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ അതൊരു വർഷത്തേക്കുള്ളൊരു എനർജിയാണ്. വികാരിച്ചൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന തെറിയും HMൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഇതൊക്കെ ഭാഗമുണ്ട്, ജീവിതത്തിൻ്റെ ഭാഗമുണ്ട്. ചില സമയത്ത് ഇത് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ തോന്നില്ലേ? അങ്ങനെ തോന്നാത്തവരോട് ഉണ്ടെങ്കിൽ അവർ മര്യാദ പഠിപ്പിക്കാഞ്ഞിട്ടാണ്. ഈ ആത്മാർത്ഥത ഇല്ലേ, ആത്മാർത്ഥതയുള്ളവർക്കാണല്ലോ ഈ പണി കിട്ടണം. അതുകൊണ്ട് ആത്മാർത്ഥത നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? സങ്കടം ഉണ്ടാവും. ചില സമയത്ത് ഇത് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ നോക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നണമെന്ന് പറയുന്നത്. പിന്നെയുള്ള 2 ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് നൽകുകയാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന സാധനം നിങ്ങളുടെ പ്രൊഫഷനാണോ അതോ ഈസ് ഇറ്റ് യുവർ പൊസിഷൻ? എന്താണ് ഇത്? നിങ്ങൾക്ക് ഒരു ജോലിയാണോ അല്ലെങ്കിൽ അതൊരു പദവിയാണ്? എന്താണ്? പൊസിഷനാണ് എങ്കിൽ ഇത് നിങ്ങൾക്കൊരു ക്രൈസാണെന്നാണ്. എനിക്ക് പിള്ളേരുടെ മുമ്പിൽ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മതബോധനം എന്ന് പറയുന്നത് പഠിപ്പിക്കൽ മാത്രമല്ല കേട്ടോ. പഠിപ്പിക്കാത്ത ഒരുപാട് ടീച്ചേഴ്സ് കൂടി ഇരിപ്പുണ്ടാവും. സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ എഴുതുന്നവർ, ചിലർ എഴുതാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരായിരിക്കും. ആ കയ്യക്ഷരം നല്ലതായി പോയതുകൊണ്ട് പ്രാഗിയേക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് എഴുതാൻ വേണ്ടിയിട്ട് അവരെ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ സർട്ടിഫിക്കറ്റ് എഴുതാൻ കുറച്ച് പേര് രജിസ്റ്റർ എഴുതാൻ വേണ്ടി കുറച്ച് പേര് ചായ ഇളപ്പിക്കാൻ വേണ്ടി അല്ലെ, സ്ഥിരം ചായ ഇളപ്പിക്കണവരുണ്ടാവും. എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്യട്ടെ, നീ ചായ ഇളപ്പിച്ചാൽ ശരിയാവും ഓൾറെഡി എന്ന് പറയും. അതാണ് ബാക്കിയുള്ളവർക്ക് മടിയാണ്. അങ്ങനെ ആ പ്രോത്സാഹനത്തിൽ അവർ കമ്പം കെട്ടി വീഴുകയും ചെയ്യും, എന്നിട്ട് ചായ ഇളപ്പിക്കാൻ പോവുകയും ചെയ്യും. അവർക്കും അറിയാം, നമുക്കും അറിയാം എന്തിനാണത് പറയുന്നത്. അപ്പോൾ ഇത് എന്താണെങ്കിലും, ചായ ഇളപ്പിക്കലാണെങ്കിലും ശരി, മുറ്റോടിക്കലാണെങ്കിലും ശരി, രജിസ്റ്റർ എഴുതണമെങ്കിലും ശരി, എന്താണെങ്കിലും അത് ചെയ്യുന്നത് ഈ മതബോധനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഉദാഹരണം പറയാം. ഒരച്ഛൻ ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ അവിടെ നിന്നൊരു ഇച്ചിരി അവന് പറ്റാവുന്ന ഒരു കപ്പിൽ വെള്ളം കൊണ്ടുവരികയാണ്, സിമെൻറ്റ് നനക്കാനാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചടാ നീ എന്ത് ചെയ്യുക? അപ്പോൾ അച്ഛനൊരു ഉത്തരം പ്രതീക്ഷിച്ചു. എന്താണ്? ഞാൻ വെള്ളം കോരിക്കൊണ്ടുവരാണെന്ന്. പക്ഷെ അവൻ പറഞ്ഞു ഉത്തരം അങ്ങനെയല്ല, അച്ഛൻ ഞാൻ ഈ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫീൽ ചെയ്യണം. നിങ്ങൾ ചിലപ്പോൾ രജിസ്റ്റർ എഴുതണമായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും മേടിക്കാൻ പോണവരായിരിക്കാം, അല്ലെങ്കിൽ ചായ എളുപ്പിക്കണമായിരിക്കാം. എന്താണെങ്കിലും എന്താണ് ദൗത്യം? ഞാൻ എൻ്റെ ഇടവകയിലെ വിശ്വാസ മേഖലയിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, വികാരിയച്ഛനോട് ചേർന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. 2 കാര്യങ്ങൾ നമ്മൾ ഇതിനോട് ചേർത്ത് വയ്ക്കുകയാണ്. 1-2 ചോദ്യങ്ങൾ. ഒന്നാമത്തത്, വിവരമുള്ളവരാണ്, പഠിപ്പുണ്ടാന്ന്. ചിലർ പറയല്ലോ ഒരു പഠിപ്പില്ലടാ. ചിലർക്ക് 1-1.5 പഠിപ്പുണ്ടാവും, പക്ഷേ ഒരു ബോധം ഉണ്ടാവും അല്ലേ? നമുക്ക് ഇപ്പം ചില ടീച്ചർമാരെയൊക്കെ മനസ്സിൽ വന്നില്ല, പറയണ്ട, ഉള്ളിൽ കിടന്നോട്ടെ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മുടെ മുഖം വന്നിട്ടുണ്ടാവും കേട്ടോ. അത് ആലോചിച്ചിട്ട് വേണം ചിരിക്കാൻ. പ്രിയമുള്ളവരെ, ഇതൊരു ദൗത്യമായിട്ടെടുത്താലും ഇതൊരു ജോലിയായിട്ടെടുത്താലും എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. രണ്ടാമതെന്ന് വെച്ചാൽ ഡെഡിക്കേഷനാണ്. ഡെഡിക്കേഷൻ എല്ലാവർക്കും വരില്ല. വിവരമുള്ളവർക്ക് ചിലപ്പോൾ ഡെഡിക്കേഷൻ വന്നൊന്നുമില്ല. അപ്പോൾ ചില ഭാഗത്ത് ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കണവന് ഡെഡിക്കേഷൻ ഇല്ല, കാരണം അവനവൻ്റെ ഒരു ജോലി മാത്രം. പക്ഷേ ഇതൊരു പദവിയായിട്ട് അംഗീകരിക്കുന്നവന് അതൊരു തീർച്ചയായിട്ടും അതൊരു ആത്മീയ അഹങ്കാരം എന്ന് ഞാൻ പറയുന്നത്.
അതുകൊണ്ട് ഈ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഈ തസ്തികയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ഈ പദവിക്ക് യോഗ്യതയുള്ള വ്യക്തിയാണ് ആണ് എന്നുള്ളവർ ഒന്ന് കൈപൊക്കി. പൊക്കൂല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞേക്കണേയുള്ള ഇനി പൊക്കാനൊന്നും മടിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇനിയിപ്പോൾ മറ്റത് ചോദിച്ചോക്കെ, യോഗ്യത ഇല്ലാത്തവർ അപ്പോഴും പൊക്കൂല. ഇനി പൊക്കാനൊന്നും മടിക്കുമോ എന്നുള്ളത്. അതായത് മറ്റേന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയില്ലേ, ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകണല്ലേ. പ്രിയമുള്ളവരെ, യോഗ്യത എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കുന്നതാ. എൻ്റെ അനുഭവത്തിലൂടെയാണോ ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വീണത്? എൻ്റെ അനുഭവത്തിലൂടെയാണോ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ തമ്പുരാൻ തന്നത്? ചിലപ്പോഴൊക്കെ നമുക്ക് സങ്കടം തോന്നില്ലേ, കണ്ണാടി നോക്കുമ്പോൾ അയ്യോടോ പാവോടോ എന്ന് പറയും അല്ലേ? നിങ്ങൾ ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമാണോ? കണ്ണാടിയിൽ നോക്കിയിട്ട് അയ്യോ എന്തിനാ ദൈവമേ ഇതേപോലെ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതിന് എൻ്റെ പൊന്ന് കർത്താവേ നന്ദി പറയാറുണ്ടാ? അതിരാവിലെ എഴുന്നേറ്റ് പറഞ്ഞോട്ടാ. കുളിക്കുകയും കൂടിയും ചെയ്യരുത്, എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കാം, അപ്പ വീഴോടും അല്ലേ? ചില സമയത്ത് അറിയാതെ ഒരു കണ്ണാടി വെച്ചാൽ അല്ലേ ഒരു ഞെട്ടലുണ്ടാവും. അത് വേറെ ഒന്നുമല്ല. അത് പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? ദൈവത്തെ സ്നേഹിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കൽപ്പനയാണ് ആരെപ്പോലെയാണ്? നിന്നെപ്പോലെ, അതായത് എന്നെപ്പോലെ. ഞാൻ ശരിക്കും പറഞ്ഞ, ഞാൻ ഈ ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കുത്തിത്തിരികെ വെച്ചെങ്കിൽ ഈ ലോകത്തെ പുസ്തകങ്ങളൊന്നും തികയാതെ പോകും. അതുകൊണ്ട് അവന് പറയാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരും. അങ്ങനെയാണ് ഈ ദൈവസ്നേഹം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുകയും വ്യക്തിപരമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് വെച്ചത് നീ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനോ. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. അപ്പോൾ നിങ്ങൾ ചോദിക്കണ്ട, അച്ഛാ അത് ബൈബിളിന് വിരുദ്ധമല്ലേ? ബൈബിളിന് വിരുദ്ധമൊന്നുമല്ല. ഞാനതൊന്നും കൂടെ എളുപ്പത്തിൽ വ്യാഖ്യാനിച്ചു തരാം. എനിക്ക് എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച് താഴേക്ക് വിട്ട ആളെ ഞാൻ അംഗീകരിക്കാം. എനിക്ക് കുറവുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ട്, എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഈ കഷ്ടപ്പാടുകളും കുറവുകളും നിറവുകളും ഒക്കെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എന്നെ സൃഷ്ടിച്ച എൻ്റെ തമ്പുരാൻ സന്തോഷിക്കുക. കാരണം എന്താണ്? അവൻ എന്നെ അംഗീകരിച്ചു. അപ്പോൾ എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവം പറയും, എടാ ഇനി നീ ഒരു ടെൻഷൻ അടിക്കണം, ഇനി നമുക്ക് പൊളിക്കാം, ഇനി മറ്റുള്ളവരെ സ്നേഹം അത് ഞാൻ ഏറ്റു. അതുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ പറ്റണം. എനിക്ക് കുറവുണ്ടാവും, എൻ്റെ ശാരീരികമായ ബലഹീനതയുണ്ട്, അതൊക്കെ അംഗീകരിച്ച് എന്നെ സ്നേഹിക്കാനായിട്ട് പറ്റുമ്പോൾ നമ്മളുടെ ജീവിതത്തെ നമ്മളങ്ങോട്ട് ആസ്വദിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ എപ്പോഴും അധ്യാപകരെ വളരെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. വേറെ ഒന്നുമല്ല, ഈ അധ്യാപക വൃത്തി എന്ന് പറയുന്നത് അത് ഒരു ദൈവത്തിൻ്റെ വിളിയാണെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്നെപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യം, ടീച്ചിങ് ഈസ് എ ഡിവൈൻ കോൾ. ചില്ലുംകൂട്ടിലിരിക്കണവർക്ക് കാണാൻ പറ്റണ്ട? കാണാൻ പറ്റണ്ട? ഓക്കെ, ടാറ്റ തരേണ അച്ഛാ, നിർത്തി പൊക്കോന്ന്. പ്രിയമുള്ളവരെ, ഇതൊരു ദൈവവിളിയാണെന്നാണ് പറയുന്നത്. ആ ദൈവവിളിയെ ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ റയർ ബ്ലെൻഡ് ഓഫ് 3, ഒരു അനിതര സാധാരണമായ 3 യാഥാർത്ഥ്യങ്ങളുടെ ഒരു കൂട്ട് ആണ് അധ്യാപകൻ എന്ന് പറയുന്നത്. അതിന് ഞാൻ പറയുന്നതാണ്, ആദ്യത്തേത് നമുക്കെല്ലാവർക്കും അറിയാം, ടീച്ചിങ്. രണ്ടാമത്തേത് ലീഡിങ്. മൂന്നാമത്തേത് മെൻറ്ററിങ്. ടീച്ചിങ്, ലീഡിങ് ആൻഡ് മെൻറ്ററിങ്. അപ്പോൾ വെറുതെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല നമ്മൾ, അല്ലേ? പഠിപ്പിക്കാൻ ആർക്കും പറ്റും. പഠനത്തിലൂടെ ആ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും.
പ്രിയമുള്ളവരെ, അധ്യാപക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ല, എനിക്ക് എൻ്റെ സ്കൂളിലെ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ. സാധാരണ ഒരു സ്കൂളിൽ ഫ്രണ്ടിൽ എത്ര പേരായിരിക്കാം? സാധാരണ സ്കൂളിൽ മുമ്പത്തെ മറ്റേ അങ്ങാട് തിരിയുമ്പോൾ ഇങ്ങാട് ചായണ ബെഞ്ചില്ലേ, ആ ബെഞ്ചിൽ നമുക്ക് അല്ല, ആ ബെഞ്ചിലിരുന്നവരായിരിക്കുള്ളൂ ഭൂരിഭാഗം പേര്. ഇന്നപ്പോൾ കുഷ്യനൊക്കെ ഉണ്ട്, പക്ഷെ ഒരു സുഖം ഉണ്ടാവില്ല. ഒന്ന് തിക്കി പറഞ്ഞതിന് താഴ്ത്തിട്ട് കഴിയുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അപ്പം ആ ഒരു പൊസിഷനിൽ ഞാനിരിക്കുന്നത്, എൻ്റെ സ്ഥാനം എപ്പോഴും ഈ ടീച്ചർ ഇരിക്കണം മൂന്നാമത്തെ സ്ഥലത്തായിരിക്കും. മൂന്നാമത്തെ സ്ഥലത്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഈ ഫ്രണ്ടിലിരിക്കണവൻ വലിയ കുഴപ്പമില്ലാത്തവനാണെന്നൊരു ധാരണ ടീച്ചറിനുണ്ടാവും. അതുകൊണ്ട് അത് വരുത്തുക എന്നുള്ളതാണ്. അപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കില്ല പകുതി. കാരണം എന്താണ്? ഫ്രണ്ടിൽ ഓക്കെയാണ്. പിന്നൊരു പ്രത്യേകത എന്നുള്ളതെന്ന് വെച്ചാൽ ചോദ്യങ്ങൾ, കട്ടിയുള്ള ചോദ്യങ്ങളൊന്നും വരില്ല. ആദ്യത്തെ ചോദ്യങ്ങളൊക്കെ അറിയാം, നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷെ ചില മെനക്കെട്ട ടീച്ചേഴ്സ് ബാക്കിൽ നിന്ന് തുടങ്ങും. അപ്പം നമുക്ക് ഉള്ളിൽ ഒരു പെടപ്പാണ്. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഒരു സാധനം വന്നിട്ട് ബാക്കിൽ നിന്ന് തുടങ്ങിയേക്കാണ്. ദൈവമേ, പണിപാളി. മാരകമായ ചോദ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ആൻറ്റിക്കുട്ടൻ കൊണ്ടൊരുത്തനുണ്ട്. ചോദ്യം എത്താൻ 2-3 പേരുടെ കുട്ടികളുടെ വ്യത്യാസമുള്ളൂ. ഇവ വാഴ വെട്ടിയിട്ട് പോലെ അത് കിടക്കണം നിലത്ത്. പിന്നെ ദൈവമേ, ഒടുക്കത്തെ അഭിനയമുള്ളവെന്ന് പറഞ്ഞു. അപ്പം തന്നെ ടീച്ചർ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ പറഞ്ഞ ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ സാധനത്തിന് കൊണ്ടുപോയി സ്റ്റാഫ് റൂമിലിട്ടേന്നു. അതായത് ഉപയോഗിച്ച ഭാഷയുണ്ട്, ആ സാധനത്തിന് കൊണ്ടുപോയി സ്റ്റാഫ് റൂമിലിട്ടേക്കാം. നമുക്ക് സന്തോഷമായി. എന്താണ്? അടുത്ത ചോദ്യം നമ്മുടെ അടുത്താണ്. നമ്മൾ അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് ഞാൻ വേണ്ട, ആരും പിടിക്കണ്ട, ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോയി. തൊട്ടപ്പുറത്താണ് സ്റ്റാഫ് റൂം. പക്ഷേ നമ്മളൊരു എറണാകുളത്തോണം ഫീലായിരുന്നു. നമ്മളവിടെ കൊണ്ടുപോയി അവനൊന്ന് വീശിയൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ അവനോട് കിടക്കണം. ഓക്കെ, കയറിയിരുന്നോ, നമ്മൾ നല്ല കുട്ടി, ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനസ്സിലാക്കണത്. അത് കഴിഞ്ഞിട്ട് ഈ ടീച്ചർ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഇപ്പം നമ്മൾ ദൈവമേ പെട്ട്, മറ്റേ ചോദ്യം ചോദിക്കാനായിരുന്നു വിചാരിച്ചു, പക്ഷെ ചോദ്യം ചോദിക്കാനായിരുന്നില്ല. എന്നെ വിളിച്ചിട്ട് അന്ന് ഇത് ഏതാണ്ട് ഒരു 87 കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. എൻ്റെ അടുത്ത് 1 രൂപ തന്നു. 1 രൂപ 2 രൂപ തന്നു. ഇത് പറഞ്ഞു, എടാ 2 സവാളോടെയും ഒരു സർവത്ത് മേടിച്ചിട്ട് വരാം. 2 സവാളോടെ ഒരു സർവത്ത് കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ 2 സവാളോടെ ഉണ്ട്. അപ്പോൾ ഒരു സാധ്യതയുണ്ട് എനിക്ക്. അങ്ങനെ ആ പ്രതീക്ഷയിൽ ഞാനൊരു സർവത്തും സവാളോടെയും വാങ്ങിക്കാൻ പോയി. വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോൾ ഈ ടീച്ചർ എന്നെ നേരത്തെ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ഒരു സവാളോടെ നമുക്ക് വന്നു. സർവത്ത് കിട്ടിയില്ല കേട്ടോ, എൻ്റെ സങ്കടം ഇപ്പോഴും ഉണ്ട്. ആ സർവത്ത് നിലത്ത് വെട്ടിയിട്ട വാഴ പോലെ വീണ ഈ അവനോടുക്കാം. ഈ സർബത്ത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ സവാള വട അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറുടെ ആദ്യത്തെ ചോദ്യം, നീ ഇന്നലെ വല്ലതും കഴിച്ചായിരുന്ന? ഇന്ന് രാവിലെ എന്തെങ്കിലും കഴിച്ചോന്നല്ലട്ടെ ചോദിച്ചു. നീ ഇന്നലെ എന്തെങ്കിലും കഴിച്ചായിരുന്നു? അവൻ പറഞ്ഞു, ഇല്ല ടീച്ചറെ, കഴിച്ചില്ല. പ്രിയമുള്ളവരെ, ടീച്ചർ ഉപയോഗിച്ച വാക്കുണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും. ടീച്ചർ ചിലപ്പോൾ തെറിയൊക്കെ വിളിക്കും ഞങ്ങളുടെ ക്ലാസ്. നീ ഏത്, പക്ഷെ ഞങ്ങൾക്കൊരു വിഷയമില്ല. കാരണം അത്രയും ഞങ്ങളെ, അതായത് ക്ലാസ്സിൽ വെച്ച് മനസ്സിനെ എന്തുമാത്രം വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാലും ആ ക്ലാസ് റൂമിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ടീച്ചർ അവനെ തോളത്ത് തട്ടി അവനെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രകൃതമുള്ളത് കൊണ്ട് ടീച്ചർക്ക് ഞങ്ങളുടെ അടുത്ത് അമ്മാതിരി സ്വാതന്ത്ര്യം ഉണ്ടായി. എന്തു വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാൻ, ഞങ്ങൾക്കൊരു വിഷയം ഓർന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചിലപ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കാൻ മടിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ, കുട്ടികളുടെ മുമ്പിൽ ചെയ്യാനൊന്ന് അമാന്തിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ടീച്ചർ ഒരു വ്യതിരിക്തമായ ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പോയി തെറി പറയണമെന്നല്ല കേട്ടോ പറഞ്ഞു. നിങ്ങൾക്ക് എന്തും പറയാം. അങ്ങനെ പറഞ്ഞ് ആ കുട്ടി എൻ്റെ കൺമുമ്പിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നിലൂടെ ആ കുഞ്ഞിന് എന്തെങ്കിലും മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മുറിവ് വളരെ സിമ്പിളായിട്ട് ഞാൻ സുഖപ്പെടുത്തി അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമെന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ എന്ത് ഭാഷയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു അമേരിക്കൻ ഹിസ്റ്റോറിയൻ, പുള്ളിയുടെ പേര് ഹെൻറി ബ്രൂക്സ് ആഡംസ് എന്നാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എ ടീച്ചർ അഫക്ട്സ് ഇറ്റേണിറ്റി. He or she can never tell where his or her influence stops. പ്രിയമുള്ളവരെ, നിത്യതയെ സ്പർശിക്കുന്നവരാണ് അധ്യാപകർ. അവരുടെ സ്വാധീനം എവിടെ വരെ ചെന്നെത്തുമെന്ന് അവർക്ക് പോലും അറിയത്തില്ല. നേരത്തെ തമാശക്കാണെങ്കിലും ഞാൻ കളിയാക്കി വിട്ടെങ്കിൽ ആത്മാവ്
ആത്മാവാ. കാരണം ആ ഒരു സാന്നിധ്യം, അത് നിത്യത എന്ന് പറയുന്നത് ആത്മാവിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. ആത്മാവിന് മാത്രം സ്വന്തമായിട്ടുള്ള നിത്യതയെ ഒരു അധ്യാപകൻ സ്വന്തമാക്കുമ്പോൾ അവൻ സ്വന്തമാക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ ഒരു തലമാണെന്ന് പറയും. ആ ഒരു തലത്തിൽ നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള. പ്രിയമുള്ളവരെ, ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്ക് എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് എന്നാണ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇൻഫ്ലുവൻസ്? സ്വാധീനിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ടീച്ചർമാരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ചില ടീച്ചർമാരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചില ടീച്ചർമാരെയോ ഒരു താല്പര്യം. ചില ടീച്ചർമാരുടെയൊക്കെ മുഖം നിലത്തിട്ട് ഇങ്ങനെ ഓർക്കാൻ തോന്നിയിട്ടില്ലേ? ഇല്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അവരുടെ കയ്യിലാണല്ലോ നമ്മുടെ ഭാവി എന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാണ്ടിരിക്കുക. നമ്മളെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് സ്വാധീനിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ അധ്യാപകർക്ക് കൊടുക്കാവുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, മെഴുകുതിരിയായിട്ടാണ് അധ്യാപകരെ സാധാരണ താരതമ്യം ചെയ്യാറ്. ഇസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ കാൻഡിൽ ആൻഡ് ലാമ്പ്? മെഴുകുതിരിയും എണ്ണത്തിരിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ഞാൻ അങ്ങോട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ അടുത്ത്. മെഴുകുതിരിയും എണ്ണത്തിരിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഉരുകി ഉരുകി തിരി, എണ്ണത്തിരിയാ പറഞ്ഞോ? എണ്ണത്തിരിക്ക് കരിന്തിരി കത്താനുള്ളൊരു സാധ്യത. എണ്ണത്തിരിക്ക് കരിന്തിരി കത്താനുള്ള മെഴുകുതിരിക്ക് ആ ഒരു സാധ്യതയില്ല. അത് ഉരുകിത്തീരുന്നതിന് മുമ്പ് അതിൽ നിന്ന് എന്തെങ്കിലും വെട്ടം വേറൊരാൾക്ക് എനിക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയ, പ്രിയമുള്ളവരെ, അതിനുമപ്പുറം വേറൊരു യാഥാർത്ഥ്യമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കൊടുക്കാവുന്ന ഒരു ഡെഫിനിഷൻ എന്ന് വെച്ചാൽ, കാൻഡിൽ കൺസ്യൂംസ് ഇറ്റ് സെൽഫ്. അത് നമ്മളുടെ തന്നെ ജീവിതത്തെ സുന്ദരമായിട്ട് അത് മാറ്റിയെടുക്കുമെന്ന് പറയും. കൺസ്യൂംസ് ഇറ്റ് സെൽഫ് ടു ലൈറ്റ് ദ വേ ഫോർ അതേഴ്സ്. എൻ്റെ മുമ്പിൽ എത്ര മെഴുകുതിരി വന്നാലും അതിനകത്തേക്ക് ഇതിനകത്തുനിന്ന് ഒരു ദീപനാളം പോയാലും ആ ദീപനാളത്തിൻ്റെ വെളിച്ചത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് കത്തിക്കാൻ മടിക്കണ്ടെന്ന്. എൻ്റെ മുമ്പിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന 40, 50, 60, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ ആലയത്തിൽ അല്ലെങ്കിൽ ഈ ഹോളിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന 1000-ഓളം പേരിലേക്ക് ഞാനിത് കത്തിക്കുമ്പോൾ പകുതി കെട്ടുപോയാലും കുഴപ്പമില്ല, ബാക്കി പകുതി ഉണ്ടാവും. ആ പകുതി ഇതുപോലെ മറ്റുള്ളവരിലേക്ക് പകർന്നു വരും. അവിടെ പകുതി കെട്ടാലും ബാക്കി പകുതി ഉണ്ടാവും. പ്രിയമുള്ളവരെ, ഒരാൾ 10 ആൾക്ക് കൊടുക്കുന്നു, ആ 10 ആള് വീണ്ടും 100 ആൾക്ക് കൊടുക്കുന്നു, 100 ആള് 1000 പേർക്ക് കൊടുക്കുന്നു. അതിൽ പകുതി കെട്ടുപോയാലും അപ്പോഴും 500 ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്താണ്? ഞാനെന്ന വ്യക്തി അതിങ്ങനെ എരിഞ്ഞ് എരിഞ്ഞ് ഇല്ലാണ്ടാകുമ്പോൾ ആ എരുതിയിൽ നിന്ന് വേറെ ഒരുപാട് ദീപനാളങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ അവിടെ ഒരു അക്വയർ ദ പവർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. എൻ്റെ മുമ്പിലുള്ള കുട്ടികളെ സ്വാധീനിക്കാനുള്ളൊരു ശക്തി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ, പ്രിയമുള്ളവരെ, വേറെ ഒന്നും നമുക്ക് വേണ്ടെന്നാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന കുട്ടികളെ സ്വാധീനിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ടീച്ചർ സവാളോടെയും സർവത്തും തന്ന ആ ടീച്ചർ ഒരു ദിവസം നമ്മളോട് പറയണം, എടാ ഈ ഡെസ്ക് ഒന്ന് മോളിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഞങ്ങൾ അന്ന്, ഞാൻ ഓർക്കുന്നുണ്ട്, 5ാം ക്ലാസ്സിൽ കണ്ട് പഠിക്കാം. പ്രിയമുള്ളവരെ, മറ്റേ ഉറുമ്പ് അരിമണി കൊണ്ടുപോകില്ലേ, അതേപോലെ ചുറ്റും നിരന്നിട്ട് കൊണ്ടുപോവുകയാണ് ഈ സാധനം. നമുക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചർ ചിലപ്പോൾ ഒരു ഡസ്റ്റർ കൊണ്ടുപോയി മുകളിലൊക്കെ പറയും, ഓ എനിക്ക് അലർജിയാണ് സിസ്റ്റർ, പൊടി അലർജിയാണെന്ന്. കാരണം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ എന്നെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ കുട്ടികളിലേക്ക് എനിക്കിങ്ങനെ ഒരു സൂചി കുത്തി ഇറക്കുന്നത് പോലെ അവൻ്റെ ചങ്കിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. എൻ്റെ നോട്ടം പതിയേണ്ടത് അവൻ്റെ കണ്ണിലല്ല, മറിച്ച് അവൻ്റെ ചങ്കിലായിരിക്കും. ആ കുട്ടിയുടെ ഉള്ളിലെ സങ്കടം തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റണമെന്നാണ് പറയുന്നത്. അത് എളുപ്പത്തിൽ പറ്റണ ഒരു കാര്യമുള്ളല്ലോ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അക്വയർ ദ പവർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. പ്രിയമുള്ളവരെ, നിങ്ങളെ സ്വാധീനിച്ച അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ടീച്ചർമാർ, നിങ്ങളുടെ അധ്യാപകർ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞ് വെറുതെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചില ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അബ്ദുൽ കലാമോ അങ്ങനെയുള്ളവർ, അങ്ങനെ നിങ്ങളെ സ്വാധീനിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളവർ വെറുതെ ഒന്ന് പേര് പറഞ്ഞേ. ആ ജിബി സാർ, ഏത് ജിബി സാറാണാവോ? പറഞ്ഞോ. വേറെ ആരുമില്ല? നെൽസമ്മ ടീച്ചർ. വേറെ നിങ്ങളെ സ്വാധീനിച്ച ടീച്ചറുടെ, അതിപ്പോൾ വളരെ ഫേമസ്. നിങ്ങളെ സ്വാധീനിച്ചവരുടെ പേര് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരുണ്ടാവും. ചിലടത്ത് പറയാം ഉമ്മൻചാണ്ടി അണച്ചാന്ന് പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പറഞ്ഞോ. എനിക്ക് തോന്നുന്നു ഈ ഒരു സുനാമി വന്നിട്ട് ചെക്കത്തിനോട് കൊണ്ടങ്ങോട്ട് കടലിൽ കൊണ്ട് കളയണമെന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെ എവിടെ പോയി ചോദിച്ചാലും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഇനി മുതൽ പറയേണ്ട ഒരു ഒറ്റ പേരേ ഉള്ളൂ. ആ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വന്നേക്കണേ? വിശ്വാസ പരിശീലകരാണ്. അപ്പൊ ഒന്ന് ഉറക്കെ പറഞ്ഞേ, എന്നെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന, എന്നെ എന്നും സ്വാധീനിച്ചു കൊണ്ടിരിക്കാൻ സാധ്യതയല്ല, സത്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആര്? ഉറക്കെ പറഞ്ഞോ. പോരല്ല കർത്താവേ. ഈശോയ്ക്ക് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള പേര് മറ്റേ ഇയാൾ പറഞ്ഞ പോലെ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു. മലയാളം അറിയാവുന്ന കുറെ വിശുദ്ധർ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് സഭക്ക്. ആരൊക്കെയാണെന്ന് അറിയാമോ? മലയാളം അറിയാവുന്ന, നമ്മുടെ ഭാഷ അറിയാവുന്ന വിശുദ്ധരുണ്ട്, സ്വർഗത്തിലുണ്ട്. അൽഫോൻസാമ, ചാവറ, ദൈവസഹായത്തിന് മുഴുവൻ അറിഞ്ഞൂടാ. എന്നെ തെറ്റിക്കോലെ ഫ്രണ്ടിൽ ഒന്നിരിക്കുകയാണ് തെറ്റിക്കാനായിട്ട്. അടുത്തത് എവുപ്രാസിയാമ്മ, മറിയന്ത്രേസ്യാമ്മ. പ്രിയമുള്ളവരെ, ഇവരോടൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവോക്കിയേ. വളരെ കുറച്ചുള്ളൂ, താഴ്ത്തിക്കോ. അന്തോണിസ് ഞാനോട് പ്രാർത്ഥിക്കണവരെ കൈവോക്കിയേ. അയ്യോ, എന്തൊരാൾക്കാരാണ്. പുള്ളിയുടെ ഭാഷ പോർച്ചുഗലാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ എപ്പെത്താനാണാവും. നമുക്ക് മലയാളം അറിയാവുന്ന വെറുതെ ചുമ്മാ പറഞ്ഞാൽ മതി. അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന 3-4 വിശുദ്ധന്മാര് കേരള കത്തോലിക്ക സഭയ്ക്ക് തന്നിട്ട് ഇപ്പോഴും നമുക്കൊരു എന്തില്ല, ഒരു വിലയില്ല. നമുക്ക് പോർച്ചുഗീസൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വേറെ ആളെ വെച്ച് അപ്പുറത്ത് കൊണ്ടുവച്ചത് എന്തൊരു തിരക്കാണെന്ന് അറിയാമോ അന്തോണി സുന്യാലിനെ? നിങ്ങൾക്ക് മനസ്സിലാക്കണത്. ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞാണ്, എൻ്റെ പൊന്നിട അയച്ച കോടാനുകോടി പെറ്റീഷനാണ് കിട്ടുന്നത്, ഇതൊക്കെ സോർട്ട് ചെയ്ത് തരും. അന്ന് അപ്പുറത്ത് വെറുതെ മറിയം തരേസ് വെറുതെ ഇരിക്കണം, ഒരു പണിയിൽ. അവളോടൊന്ന് സഹായിക്കാൻ പറഞ്ഞ അവളോട് സഹായിക്കാമില്ല. നിനക്ക് കിട്ടിയതല്ല, നീ ചെയ്, എനിക്ക് വരണത് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, വെറുതെ ഇരിക്കണം കുറേ പേരുണ്ട്, അവർക്ക് കൊടുക്ക്. എന്തായാലും കിട്ടുമെന്നേ, നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഇത് ഒരു കെട്ടുകണ്, ഒരു തമിഴ് ലോറിക്ക് പോകണ പോലെയാണ് നമ്മുടെ അന്തോണി സുന്യാലൻ ഈശോൻ്റെ അടുത്തേക്കാളുണ്ട്. എന്നിട്ട് അപ്പൊ ഈശോ പറയും, ഇവന് ഇത് മാത്രമുള്ള പണി. ഇപ്പം മൈൻഡ് ചെയ്യാറില്ല. വല്ലപ്പോഴും ഒക്കെ വരുമ്പോൾ ഇല്ലേ, നമ്മുടെ വീട്ടിൽ വല്ലപ്പോഴും തന്നെ ഒരാൾ കുറെ നാളായി വന്നിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രാസയമയം മറിയം തെരേസയ്ക്കൊക്കെ അവിടെ സീറ്റ് കൊടുത്തിട്ട് അവിടെ ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഒന്ന് കൊടുത്തൂടെ ഈ കൊച്ചി രൂപത്തിലുള്ള ആൾക്കൊക്കെ? അവർക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയാം. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തെ തമ്പുരാന്റെ മുമ്പിലേക്ക് ഇങ്ങനെ സമർപ്പിച്ച് നമ്മളിങ്ങനെ ഈ ഒരു തലത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വാധീനിക്കാനുള്ളൊരു ശക്തി സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണമെന്ന് പറയാം. അക്വയർ ദ പവർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബി proactive. What is the meaning of be proactive? എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് എഴുതിയെടുക്കണം. ഒരു കാര്യമില്ല ടീച്ചറെ എന്നെ കൊണ്ട് ടീച്ചർ വഴക്ക് പറയിപ്പിക്കുന്നു. രഹസ്യത്തിൽ എഴുതിയെടുക്കണവരുണ്ട്, കുഴപ്പമില്ല. ഇത് അവസാനം കഴിയുമ്പോൾ കുറച്ച് മനസ്സിൽ കിടപ്പുണ്ടാവും, അത് മാത്രം എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടീച്ചർ എഴുതിക്കോട്ടെ, ഞാൻ വെറുതെ പറഞ്ഞ. എന്താണ് പ്രൊയാക്റ്റീവിൻ്റെ അർത്ഥം? എന്നിട്ടാണ് പ്രൊയാക്റ്റീവിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്നറിയാമോ? പറഞ്ഞോ. അതെന്തോ അർത്ഥം? പ്രൊയാക്റ്റീവിൻ്റെ നെഗറ്റീവ് ഓപ്പോസിറ്റ് വേർഡാണ് റിയാക്റ്റീവ്. പ്രൊയാക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ്. നമ്മൾ ടീച്ചർമാർ എപ്പോഴും പ്രോ ആക്റ്റീവ് ആയിരിക്കണമെന്നാണ് പറയുന്നത്.
പ്രോആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ? പ്രിയമുള്ളവരെ, ഞാനത് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ടുള്ള എളുപ്പത്തിൽ, പവർ, അധികാരമുള്ളവരാണ് ആര്? ടീച്ചേഴ്സ്. അധികാരം ദുർവിനിയോഗം ചെയ്യാൻ അന്തസ്സായിട്ട് സാധ്യതയുള്ളവരും കൂടെയാണ് ടീച്ചേഴ്സ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ മിഡ് ടേമും ക്വാർട്ടർലി എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് ആ പേപ്പർ നോക്കുന്ന ടീച്ചർമാർ തന്നെ ആയതുകൊണ്ടും വലിയ വലിയ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചോദിക്കാറ്. ടീച്ചറോട് നമ്മൾ പറയോ, ടീച്ചർ എന്തെന്നാ പഠിപ്പിക്കുന്നു, സാധനം മനസ്സിലാവണില്ല. അതിനുള്ളത് ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ട്. കാരണം എന്താണ്? തോറ്റുപോയാലും വലിയ വിഷയമൊന്നുമില്ല. മുമ്പ് നമുക്കുണ്ടായിരുന്നില്ല എന്നുള്ളത്. കാരണം എന്താണ്? വേറെ ഒന്നുമല്ല, നമ്മൾ ഈ അധികാരം നമ്മൾ വളരെ മോശമായിട്ട് ചില ടീച്ചർമാർ ഉപയോഗിച്ചതിൻ്റെ വേദനകൾ ഉള്ളിൽ കിടക്കുന്നവരുണ്ടാകും ഈ കൂട്ടത്തിൽ. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് അർഹതപ്പെടാത്ത അല്ലെങ്കിൽ അർഹതപ്പെട്ട പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, ഞാൻ സാധാരണ ഒരു ലെറ്റർ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ഇത്തിരി വലുതാക്കി എഴുതണത് അതിൻ്റെ ഒരു ഭംഗിയാണ്. പക്ഷെ അവൻ്റെ നിൽപ്പുണ്ട്, ഒരു അഹങ്കാരിയല്ല അവൻ. ബാക്കിയൊക്കെ വളരെ എളിമയിൽ നിൽക്കുമ്പോൾ ഈ പി അങ്ങനെ നിൽക്കണം ശരിയാണ്. എനിക്കിഷ്ടാവില്ല, അതുകൊണ്ട് ഒരു ഒറ്റടി അങ്ങോട്ട് കൊടുക്കണം അവൻ. ഇപ്പം എന്തായി? ബവർ. എൻ്റെ പവറിൻ്റെ സ്പെല്ലിങ് ഞാൻ എപ്പോഴും എഴുതണത് ഇങ്ങനെയാണ്. ഇഫ് യു ഹാവ് ദ എബിലിറ്റി ടു ബൗ ബിഫോർ അതേഴ്സ്, അപരൻ്റെ മുമ്പിൽ കുനിയാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു അധ്യാപകനാണെന്ന് പറയും. അതുകൊണ്ട് ഈ പവർ നമ്മൾ വിനിയോഗിക്കേണ്ടതാണ്. എനിക്ക് അധികാരം കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. സെർവൻ്റ് ഓഫ് സെർവൻസ് ആരാണ്? അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? എല്ലാവരും കത്തോലിക്കരല്ലേ ഇവിടെ ഇരിക്കണവർ? ഓക്കെ. ദാസന്മാരുടെ ദാസൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളുണ്ട്. ആരാണ്? ഈ അടുത്ത് കിട്ടി നമുക്ക് ഒരാളെ, പുതിയ ആളാ. പരിശുദ്ധ പിതാവ്. ഇപ്പോഴത്തെ പാപ്പയുടെ പേരെന്തിനാണ്? ലയോ 14 പാപ്പ. പ്രിയമുള്ളവരെ, ശുശ്രൂഷയ്ക്ക് വിട്ടേക്കണമെന്ന് പറയും. നിങ്ങൾ ഇത് ഈ അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപനം എന്ന് പറയുന്നത് അത് അധികാരം ഉപയോഗിക്കാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനാണെന്നുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് പറയും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ഇതുപോലെ തടിച്ചുകൂടിയ ജനങ്ങളോട് പാപ്പ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ. എന്നിട്ട് പരിശുദ്ധ പിതാവ് 2 അടി ഇങ്ങനെ മാറി നിന്നിട്ട് കുമ്പിട്ട്. ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സംഭവമാണ്. കത്തോലിക്ക സഭയുടെ പരമപീഠത്തിലേക്ക് വന്നവൻ താൻ ആർക്കു വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കേണ്ടത് അവരോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തലകുനിച്ച് നിൽക്കുക. പിന്നീട് ആ വ്യക്തിയുടെ ജീവിതത്തിലും ആ വ്യക്തി ലോകത്തിന് നൽകിയ സംഭാവനയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ പ്രവർത്തനത്താൽ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ പ്രവർത്തനത്താൽ മുന്നോട്ട് പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ത്? കത്തോലിക്ക സഭ. അതിന് പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞുതരാം. പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ലോകത്തിലെ മാധ്യമങ്ങളൊക്കെ 20 പേരെ എണ്ണി പറഞ്ഞുതരും. ആ 20 പേരിൽ ആരെങ്കിലും വരൂല. എന്താണത്? മാധ്യമങ്ങളല്ലല്ലോ തിരഞ്ഞെടുക്കുന്നത്. സഭ മുന്നോട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന ഒരു ഏറ്റവും വലിയൊരു സാധ്യതയാണ് ഈ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് അധികാരം നമുക്ക് കിട്ടുന്നത് അത് ദുർവിനിയോഗത്തിനല്ല, മറിച്ച് വിനിയോഗത്തിനാണ്. എഴുന്നേറ്റോ എല്ലാവരും? ഹല്ലേലൂയ. എഴുന്നേറ്റോ? ആ ബാഗൊക്കെ മടിയിൽ വെച്ച് തണുപ്പത്ത് നല്ലൊരു സുഖമായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോഴാണ് വല്ല കാര്യമുണ്ട് അച്ഛാ, അല്ലേ? ഉണ്ടാകും, വേറെ ഒന്നുമല്ല. പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാറുള്ളതാണ്, 45 മിനിറ്റായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരച്ഛന് ഇത്രയൊക്കെ നിർത്തിയിട്ട് ഇടയ്ക്ക് ഒന്ന് ബഹുമാനിച്ചൂടെ എന്നാ? പ്രിയമുള്ളവരെ, 45 മിനിറ്റിന് ശേഷം എഴുന്നേറ്റില്ലെങ്കിൽ 45 വയസ്സിന് ശേഷം എഴുന്നേക്കാൻ പറ്റൂലെന്നാ. അതാണ് തത്വം. അതുകൊണ്ടാണ് സ്കൂളിലൊക്കെ 45 മിനിറ്റ് കഴിയുമ്പോൾ വേറൊരു സാധനം കയറി വന്നിട്ട് വേറെ ഇറങ്ങിപ്പോ. കോളേജിൽ പോകുമ്പോൾ അതുണ്ടാവില്ല. കാരണം എന്താണ്? കോളേജിൽ പോകുമ്പോൾ ഇരിക്കാറില്ലല്ലോ, നമ്മൾക്ക് സ്വസ്ഥതയില്ലല്ലോ. പ്രിയമുള്ളവരെ, ഏതായാലും എഴുന്നേക്കാൻ പറ്റിയ ഒരു അവസരമാണ്, അല്ലേ?
അടുത്തുള്ള ആളെ നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ചോ. പല്ല് കാണിക്കണ്ടട്ടാ. പല്ല് കാണിക്കുമ്പോൾ ഇച്ചിരി ചിരിച്ചാൽ മതി, പിടിക്കണ്ട. കാരണം അനുസരണം ഇല്ലാത്തവരാണ്. ചിരിക്കാൻ പറഞ്ഞാൽ പിടിക്കാൻ കേസ് കേട്ട് എന്നെ ഒന്നും പറയാൻ പറ്റൂല കേട്ടോ. പ്രിയമുള്ളവരെ, കൈ ഒന്ന് നിർത്തിയ രണ്ട് കൈ എന്തോരം എത്താൻ പറ്റുമോ അത്ര മാക്സിമം. ഓക്കെ, താഴ്ത്തിക്കോ. ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് കൈവക്കണ്ട, വെറുതെ ഇങ്ങനെ നിന്നാൽ മതി. എല്ലാം വർക്ക് ചെയ്യണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പുറത്തോട്ടൊന്നും ഇങ്ങനെ ഈ കാല് തിരിയാതെ ബോഡി മാത്രം ഒന്ന് തിരിഞ്ഞേ. കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ഒറ്റ കാര്യം മാത്രം, വായു മാക്സിമം ഇങ്ങോട്ട് വലിച്ചു കയറണം. ഒരു കാര്യവും കൂടി, വലിച്ചു കയറണ വായു വിടാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കയറ്റിയാൽ മതി. കാരണം ഏതോ ഒരു അമ്മമാർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ കയറ്റിക്കോ, പരമാവധി വലിച്ചു കയറ്റിക്കോ എന്ന് ചോദിച്ചു. വലിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ രണ്ടമ്മമാർ ഒരു അമ്മനെ എടുത്തുകൊണ്ട് അവൻ തോറ്റി ഗതിമേപ്പോട്ട് അയച്ചു പോയിച്ചാ. ഗതിമേപ്പോട്ടായി, ഈ സാധനം പോണില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മളൊരു എക്സസൈസാണ് ശരിക്കും. 45 മിനിറ്റ് വരെയോ നമ്മളുടെ ശരീരത്തിന് ഒരേ പൊസിഷനിൽ നിൽക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരം, അത്രേ ഉള്ളൂ നമ്മുടെ ശരീരത്തിന്. അതുകൊണ്ടാണ് ഈ മാക്സിമം ഈ കുർബാന 45 മിനിറ്റ് കഴിയുമ്പോഴേക്കാണ് നിർത്തണത്. നമ്മളാണെങ്കിൽ പിന്നെ നമ്മുടെ കുർബാന 25 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ വേറൊരു വഴിക്ക് പോകും, അത് വേറെ രസം അല്ലേ. ഇടയ്ക്ക് മണി അടിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഓൾട്ടർ വോയിസ്. ചേച്ചി എവിടെ പോയി? വാ, ദേ ഇവിടെ പരിപാടി നടക്കണേ, നിങ്ങൾ എവിടെ പോയിക്കണേ? ദേ ഇവിടെ അച്ഛൻ ദേ അപ്പം പിഞ്ഞ വാഴ്ത്താൻ ബാ. ശരിക്കും അങ്ങനെ തന്നെ ഉണ്ട്, ഞാൻ തമാശ പറഞ്ഞല്ല. ആൾത്താരവാലന്മാർ മണിയടിക്കണത് അവർക്കൊരു സന്തോഷം ഉണ്ടായിട്ടല്ല. എവിടെ എന്തായാലും പോകുമല്ലോ നമ്മ. ഇടയ്ക്കിടയ്ക്ക് ജർമ്മനി പോയി എവിടേക്കാണ് പോണേന്നാവും, നമുക്ക് തന്നെ സങ്കടം വരും. ചിലപ്പോ അയ്യോ കുർബാന കഴിഞ്ഞു പോയാ, ഞാൻ കുർബാന സ്വീകരിച്ചാന്നാവോ? തോന്നിയിട്ടില്ലേ? തോന്നിയാറുണ്ടാവും. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഒരു പറയരുതെന്ന് പറഞ്ഞാണ്, ഞാൻ അറിയാതെ പറഞ്ഞു പോണേ. 11 കൊണ്ട് കുർബാന ഒരു ദിവസം തുടങ്ങിയപ്പോൾ 11:30 ആയിപ്പോയി. അപ്പോൾ ഈ ചേച്ചി 11 കാലിന് വന്നേക്കാണ്. 11 കുർബാനക്ക് 11 കാലിന് വന്നേക്കാണ്. അപ്പോൾ ചേച്ചി അത് കഴിഞ്ഞപ്പോൾ കുർബാന കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛാ ഈ പിതാവിനും പുത്രനും ആദ്യം ഉണ്ടല്ലേ, ഞാൻ വിചാരിച്ചത് അവസാനം മാത്രമേ ഉള്ളൂ വിചാരിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കാറ്റഗിസം ടീച്ചേഴ്സായ നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കേ. ഹായ്, എന്ത് രസം, ഒരു ഹായ് പറഞ്ഞേ, താഴ്ത്തിക്കോ. പ്രിയമുള്ളവരെ, പരമാവധി പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകണത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കാതെ പള്ളിയിൽ പോയിട്ട് ഒരു കാര്യം. ആ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ യൂദാസും ദിവ്യകാരുണ്യം സ്വീകരിച്ചവനാ. അവൻ്റെ ശരീരത്തിൽ ആരാവുന്നേ? പിശാച്. അതുകൊണ്ട് പിശാചിനെ കയറ്റാൻ വേണ്ടി പള്ളിയിൽ പോകണ്ട. പിശാചിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമുക്ക് മീഡിയേറ്റേഴ്സ് ആവശ്യമാണ് കർത്താവിൻ്റെ അടുത്ത് വെക്കാറ്. പിശാചിനത് വേണ്ട അല്ലേ? പിശാച് ജോബിൻ്റെ കാര്യത്തിൽ നേരെ ചെന്നേക്കണേ, കർത്താവേ ഇങ്ങനെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവന് ഡയറക്റ്റ് എൻട്രിയാണ് പിശാച്. അപ്പോൾ ഡയറക്റ്റ് എൻട്രി ഉള്ള പിശാച് ദൈവത്തിൻ്റെ മുമ്പിൽ ഡയറക്റ്റ് എൻട്രി ഉള്ളപ്പോൾ ദൈവാലയത്തിലും ബലിപീഠത്തിലും ആൾത്താരയിലും ഒക്കെ അവൻ എൻട്രി ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇങ്ങനെ നോക്കിക്കും, ദാ ചേച്ചിനെ പിടിച്ചാൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് പതുക്കെ വന്നിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഡൽഹി പോയി വന്നല്ല അത് വിശേഷമൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കാൻ കാത്തിക്കാണ് പിശാച്. അപ്പോൾ പിന്നെ ഭയങ്കര വർത്താനമൊക്കെയാണ്. പിന്നെ കുർബാന കഴിയുമ്പോൾ അയ്യോ കഴിഞ്ഞോ ഇല്ല, നാളെ ബാക്കി വിശേഷം നാളെ പറയാട്ടാന്നുകൊണ്ട് ഇറക്കി വിടും. നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ അനുവാദത്തോടുകൂടെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു സാന്നിധ്യമാണ് പിശാച് എന്ന് നമ്മൾ തിരിച്ചറിയാം. പിശാച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് എന്താണ്? ഉണ്ട്. അത് നമ്മുടെ കുട്ടികളോടും പറഞ്ഞു കൊടുക്കും. ഇല്ല എന്ന് പറയുമ്പോൾ അവൻ രക്ഷയോടെ നാം ജയിക്കുകയാണ് അല്ലേ? ഒരു കള്ളൻ വീട്ടിൽ കയറി ഒളിച്ചിരിക്കുകയാണ്, പറഞ്ഞേ ഈ ഇതിൽ കള്ളനില്ലടാ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവൻ ജയിക്കണ പോലെ പിശാചില്ല എന്നൊരു ചിന്ത ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവന് ജയം ആരംഭിച്ചു എന്നുള്ളതാണ്. അത് നിസ്സാര ജയമല്ല, ഭയങ്കരമായ ഒരു ജയം ആരംഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എഴുന്നേറ്റ് നിന്ന സ്ഥിതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിടാൻ പറഞ്ഞില്ല, വിട്ടുപോകല്ല. പ്രിയമുള്ളവരെ, വായു വലിക്കണം നല്ലതാണ്.
ബോധമുള്ളപ്പോൾ വായു വലിക്കണം. കാരണം വായു വലിക്കുമ്പോൾ അപ്പുറത്തേക്കണവർ ചവിട്ടോർമ്മ കൊടുക്കണം. ചവിട്ടോർമ്മ എന്ന് വെച്ചാൽ എന്തിട്ടാണ്? ഈശോ മറിയ ഔസേപ്പേ ഈ ആത്മാവിന് കൂട്ടയക്കണേ. കാരണം അത് മിക്കവാറും പറയാനായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ തട്ടിപ്പോകുമ്പോൾ വല്ല ICUയിലെ കൊമ്പുകളിലൊക്കെ വായ കയറ്റി വെച്ച് എപ്പോഴാണ് മരിക്കണേന്ന് ആലോചിച്ച് നടക്കും. പകുതി മരിച്ചിട്ടുണ്ടാവും, ബാക്കി പകുതി മക്കൾ വന്നിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചേക്കണ പോലെ ഇങ്ങനെ മരിക്കണേൽ പോകുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ആരോടെങ്കിലും വിളിച്ചിട്ട് ഒന്ന് ചവിട്ടോർമ്മ വന്നേക്ക്, ബോധത്തോടുകൂടി ചെയ്യണം എന്നല്ല. രോഗീലേപനം സ്വീകരിച്ചിട്ടുള്ളവരുണ്ടോ ഇവിടെ? കൈവൊക്കെ രോഗീലേപനം എന്ന് പറഞ്ഞാൽ ചാകാൻ വേണ്ടി എടുക്കുന്ന സാധനമല്ല. അല്ല, അതിന് പറഞ്ഞ പേര് ഒടുക്കത്താന്ന് പറയണം അല്ലേ? ആരോഗ്യത്തോടിരിക്കുന്ന ചില രോഗിയുടെ മുമ്പിൽ അച്ഛൻ സ്റ്റോൾ എടുക്കുമ്പോൾ അപ്പം തന്നെ തീർന്നു ചേച്ചി. പ്രിയമുള്ളവരെ, നമ്മൾ ഇരുന്നോ കുറച്ച് നേരം. വായു വലിക്കാന്ന് വിചാരിച്ചാണ്, വീട്ടിൽ പോയി വലിച്ചാൽ മതി ബാക്കിയേട്ടാ. വായു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കിട്ടണമല്ല, അത് ഇവിടെ ഇരുന്ന് തന്നെ വലിക്കണമെന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ദൈവമേ, ഞാൻ ശ്വാസം എടുക്കുന്നു വിടുന്നു. ഇതിങ്ങനെ ആലോചിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ ചത്തുപോകുന്നോളാം. ഒരു ദിവസം മുഴുവനും എടുക്കുന്നതും വിടുന്നതും ആലോചിച്ചിരുന്നാൽ നമ്മൾ തട്ടിപ്പോകുന്നതാണ് ശാസ്ത്രം പറയണത്. ഒരു ദിവസം മുഴുവൻ നമുക്കിത് ആലോചിക്കാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പവർ. എൻ്റെ പവറിൻ്റെ സ്പെല്ലിംഗ് ഇതാ, ബൗവർ. ഇഫ് യു ഹാവ് ദ എബിലിറ്റി ടു ബൗ ബിഫോർ അതേഴ്സ്, യു ഹാവ് ദ റൈറ്റ് ടു യൂസ് യുവർ പവർ. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന PRO എന്ന് വെച്ചാൽ എന്താണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയും. പക്ഷെ എൻ്റെ PROക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. പോസിറ്റീവ് ആൻഡ് റെമഡി ഓറിയൻറ്റഡ്. സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിലേക്ക് ചെല്ലുക. ക്ലാസ്സിൽ ചെന്നപ്പോൾ ഒരു പാമ്പ് ക്ലാസ് റൂമിലുണ്ട്. ഒരു കുഞ്ഞിനെ ചെറുതായിട്ട് കടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. കുഞ്ഞ് തളർന്നിരിപ്പുണ്ട്. അവിടെ പ്രോആക്റ്റീവ് ആകാം, റിയാക്റ്റീവ് ആവാം. കൊച്ചിനെടുത്തുകൊണ്ട് നേരെ ആശുപത്രി പോകുന്നു. ഏത് പാമ്പാണ് കടിച്ചതെന്ന് അതിനൂടെ ഒരു നിഗമനം ഉണ്ടാക്കുന്നു. ആശുപത്രി പോകുന്നു. അത് ഒരാക്ഷൻ. വേറൊരു ആക്ഷൻ, ഈ പാമ്പിൻ്റെ പിന്നാലെ പോകുന്നു, പാമ്പിനെ തല്ലിക്കൊല്ലുന്നു, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകുന്നു. വിച്ച് ഈസ് പ്രോആക്ഷൻ, വിച്ച് ഈസ് റിയാക്ഷൻ? അതെ, ഈ കൊച്ചിനെ നേരെ എടുത്തുകൊണ്ട് പോയി ആശുപത്രി പോയി കൊച്ചിനെ രക്ഷിക്കുക ദാറ്റ്സ് ദ പ്രോആക്ഷൻ. നമ്മളെപ്പോഴും പ്രോ ആക്റ്റീവ് ആയിരിക്കണം. പ്രോ ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ, അതായത് പരിഹാരം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പ്രവൃത്തിയെ പ്രോ ആക്ഷൻ എന്നും, പ്രതികാരം ഉള്ളിൽ കൊണ്ട് നടത്തുന്ന പ്രവൃത്തിയെ റിയാക്ഷൻ എന്നും പറയും. ഈ പ്രതികാരം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിലേക്ക് വരാൻ എളുപ്പമുള്ളൊരു കാര്യമാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും, പ്രതികാരത്തിൽ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ഞാൻ പ്രതികാരിയാണോ അല്ലെങ്കിൽ പരിഹാരിയാണോ? പ്രതികാരിയായിട്ട് ജീവിക്കാൻ എന്നെ ദൈവം അനുവദിക്കുന്നില്ല. ഞാൻ തമ്പുരാനിൽ നിന്നും ആവശ്യപ്പെടുന്നത് പരിഹാരം നൽകുന്നവനായിട്ട് ജീവിക്കണമെന്നാണ്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ആറ്റിറ്റ്യൂഡ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ആറ്റിറ്റ്യൂഡ്? മനോഭാവം. പ്രിയമുള്ളവരെ, ഇതൊന്ന് വായിച്ചേ. റീഡ് ഔട്ട്. God is nowhere. It can be read twice, two different way. God is now here, God is nowhere. നിങ്ങൾ ഇതെങ്ങനെ കാണുന്നു? ഒരേ അക്ഷരം, ഒരേ വലുപ്പം, ഒരേ സ്പേസ്, ഒരേ ഡിഫറൻസ്. എവറിത്തിങ് ഈസ് സെയിം, ബട്ട് ലുക്കിംഗ് അറ്റ് ദാറ്റ് റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്. അതുകൊണ്ട് രണ്ട് തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിലുള്ള കാര്യങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളവരൊന്ന് കൈവോക്കിയേ. എങ്ങനെ പൊക്ക അല്ലേ? താഴ്ത്തിക്കോ, കുഴപ്പമില്ല. മറ്റേ കയ്യുമ്മ മറ്റേ ഫെവിക്കോൾ ഒട്ടിച്ച് വെച്ചേക്കണമെന്ന് തോന്നുന്നു. ഞാൻ തന്നെ അങ്ങനെ നിങ്ങളെ ഒട്ടിപ്പിച്ചതാണെന്നാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ പൂനെയിൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 20 പേരുള്ളൂ ഞങ്ങൾ, 20 സ്റ്റുഡൻസ്. അപ്പോൾ ടീച്ചർ ഇതുപോലെ തന്നെ ക്ലാസ്സിൽ വന്ന് ചോദ്യം ചോദിച്ചിട്ട് വേണ്ട, ചോദ്യം ചോദിക്കുന്ന പ്രസ്ഥാനമില്ല, നമുക്ക് ഇത് നടക്കൂല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അച്ഛാ വെറും 2 മിനിറ്റ് പോലും വേണ്ട, 30 സെക്കൻഡ് മതി, സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം.
നോക്കിയപ്പോൾ ഈ കുരിപ്പ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ചുറ്റുപാടുള്ളവർക്ക് ഒരു ഹരമുണ്ട്. അവരൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്. കാരണം എന്താണ്, എന്തെങ്കിലും സംഭവിക്കുമെന്നറിയാം. അപ്പം ഞാൻ നമ്മുടെ കൂടെയുള്ള അലങ്കാരത്തിനുണ്ടോന്ന് രണ്ടച്ഛന്മാരാണ്, നിങ്ങൾ കൊടാന്ന് പറഞ്ഞു. കാരണം നമുക്കുള്ളതാണല്ലോ, നമ്മൾ മാത്രം കേട്ടാൽ പോരാ, മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അവരെയൊക്കെ പറഞ്ഞുവിട്ട് നമ്മളൊരു സേഫ് സോൺ, ഒരു മൂലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെക്കൻ, അച്ഛാ ഒരു ചോദ്യം, ഒറ്റ പ്രാവശ്യം ചോദിക്കുള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എൻ്റെ പൊന്നു ടീച്ചർമാരെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടാണ് ഞാൻ ആ ചോദ്യം. അതിനുശേഷം പല സ്ഥലത്തു നിന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അന്ന് ആദ്യമായിട്ടാണ് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. അവൻ്റെ ചോദ്യം ഉത്തരമാണ്, അച്ഛാ ഒറ്റ പ്രാവശ്യം ചോദിക്കോളട്ടാ, ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. അപ്പുറത്തെ വീട്ടിലെ മേരിച്ചേട്ടി വളരെ പാവപ്പെട്ടവളായിരുന്നു, സ്വന്തമായിട്ടൊരു തേങ്ങ ഉണ്ടായിരുന്നു, ഒറ്റ വർഷം കൊണ്ട് മണക്കാൻ എങ്ങനെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇത് തന്നെ ഞാൻ ചോദിച്ചു. അപ്പോൾ അച്ഛാ ഞാൻ പറഞ്ഞല്ലേ അച്ഛാ ഒരു പ്രാവശ്യം ചോദിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ ഞാനൊരു അച്ഛനല്ലടാ, ഓക്കെ ഒരു പ്രാവശ്യം കൂടി പറയാം, പക്ഷേ ഇനി ചോദിക്കരുത്. നമ്മുടെ അപ്പുറത്തെ മേരി ചേച്ചി വളരെ പാവപ്പെട്ടവനായിരുന്നു, സ്വന്തമായിട്ടൊരു തേങ്ങ ഉണ്ടായിരുന്നു, ഒറ്റ വർഷം കൊണ്ട് പണക്കാരനായി, എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ ഇതെന്ത് ചോദ്യം, ഞാൻ പറഞ്ഞു എടാ, അപ്പം ഞാൻ പറഞ്ഞു എടാ ആ തേങ്ങ ആ മേരി ചേച്ചി കൊണ്ട് കുഴിച്ചിട്ട് എന്നിട്ട് അത് മുളച്ചു വന്ന് അതുമ്മ വേറെ തേങ്ങ വെട്ടി വിറ്റിട്ടുണ്ടാവൂടാ. അച്ഛനത് മണ്ടനാണ് ചാ, ഒരു വർഷം കൊണ്ടൊക്കെ ഏത് തെങ്ങും വേണം തേങ്ങ ഉണ്ടാവും. അവനങ്ങോട്ട് കിടന്ന് എന്താണ് അർമാദിക്കാണ് നമ്മൾ കിടന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കുറേയൊക്കെ ഉത്തരം പറഞ്ഞു നോക്കി, രക്ഷയില്ല. അവസാനം പറഞ്ഞടാ എനിക്കറിഞ്ഞൂടാ, ഞാൻ തോറ്റ്, നീ പറഞ്ഞാൽ മതി. അവന് ഉത്തരം പറഞ്ഞാൽ മതി. അവനപ്പം അതിൻ്റെ കൂടെ വേറൊരു ഡയലോഗ് കൂടി, എന്താണ്, പ്രിയമുള്ളവരെ എനിക്കറിയാം എന്ത്, ഇത് ഇച്ചിരി വിവരവും വിദ്യാഭ്യാസമുള്ളവർക്ക് വേണ്ടി മാത്രം പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അച്ഛനത് പറയാൻ പറ്റുള്ളൂ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നാലും ഞാൻ അച്ഛനോട് ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിന് വളരെ മനോഹരമായിട്ടുള്ള മറുപടി പറയാം. അച്ഛാ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം, ഒറ്റ പ്രാവശ്യം പറയൂ. ഓക്കെ ഞാൻ കേൾക്കാൻ തയ്യാറാണ്, കാരണം ഞാൻ ബാധ്യസ്ഥനാണല്ലോ, ഒരു കാര്യം ഉണ്ടായില്ല എനിക്ക്, എന്നാലും. അപ്പോൾ അവൻ പറയണം, അച്ഛാ ഈ മേരി ചേച്ചി ആകെ ഉണ്ടായിരുന്നത് ഒരു തേങ്ങയാണല്ലോ, ഈ തേങ്ങ ഈ മേരി ചേച്ചി ഇത് പൊതിച്ചിട്ട് ഈ ഒരു പാര മേടിച്ച് പൊതിച്ച്, എന്നിട്ട് ഒരു വെട്ടുകത്തി അപ്പുറത്തെ വീട്ടിലെ മത്തായി ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു വെട്ടുകത്തി കടം മേടിച്ചിട്ട് ഈ തേങ്ങ രണ്ടായിട്ട് മുറിച്ചു. എന്നിട്ട് ഒരു മുറിയിൽ മേരി ചേച്ചി താമസിച്ചു, മറ്റത് 2000 രൂപ വാടക കൊടുത്തു. എൻ്റെ പൊന്നു ടീച്ചർമാരെ, ഒരു വെട്ടുകത്തി എനിക്ക് അന്നേരത്ത് കിട്ടി വെച്ചിങ്ങനെ അവനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഞാൻ രണ്ടും വിറ്റാനെ, ഒരെണ്ണം ഫ്ലാറ്റ് പണിതാൻ. എനിക്കിത് എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ പാടില്ല. ഞാൻ കുറച്ചു നേരം അവനെ നോക്കി എന്നിട്ട് പറഞ്ഞേട്ടാ ഞാൻ പൊക്കോട്ടെ, ശരിയാ ചാച്ചൻ പൊക്കോട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഞാൻ നേരെ പള്ളിമേടയിലേക്ക് പോകുമ്പോൾ നമ്മുടെ 2 സുഹൃത്തുക്കൾ അവിടെ നിങ്ങോട്ട് വരിക. ഏത് അപ്പുറത്തും ഇപ്പുറത്ത് നിർത്താൻ വേണ്ടി 2 കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അപ്പോൾ എടാ എന്ത് ചോദിച്ചിട്ട് നിന്റെ മുഖം എന്താണ് ഉണക്കൂന്തിരി പോലെ ഇരിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഇടക്കാതെ, ഇപ്പം അങ്ങനെ സംഭവിച്ചു പോയി, ഇപ്പം എന്ത് ചെയ്യാനാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലുള്ള ഡ്യൂട്ടി നോക്കിയപ്പോൾ ആ ചെക്കനോട് വെറുതെ ഇരിക്കുകയാണ്, ഈ അച്ഛനോട് വെറുതെ ഇരിക്കണം. ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നടാ, ഈ അച്ഛൻ അത് അറിഞ്ഞുകൂടണമെന്ന് പറഞ്ഞു കൊടുത്തേക്കടാന്ന് പറഞ്ഞു. നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള കർത്താവ് പഠിപ്പിച്ചേക്കണം. അപ്പം ഞാൻ പറഞ്ഞേടാ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവന് ഓടി ഇങ്ങോട്ട് വരികയാണ്. ഞാൻ വെറുതെ അവരുടെ ഇടയിൽ റെഫറി, സംഭവം നടന്നുകൊണ്ടിരിക്കുക. ഇതേ ചോദ്യം ഇതേ ഉത്തരം എല്ലാം കഴിഞ്ഞു. അവസാനത്തെ ഉത്തരം പറഞ്ഞപ്പോൾ ഈ അച്ഛൻ, എൻ്റെ കൂട്ടുകാരനായ അച്ഛൻ, ഇവനെ ഇങ്ങനെ പൊക്കി ഒരു ടീപ്പോയുടെ മുകളിലിരുത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കിറ്റ് കാറ്റ് അവനോട് എടുത്തിട്ട് പറഞ്ഞിട്ട്, ഇത് നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണെങ്കിൽ ശരി, ഇത് മറ്റുള്ളവർ പറഞ്ഞാണെങ്കിൽ ശരി, നിന്റെ അവതരണത്തിന് 100 മാർക്ക്. പ്രിയമുള്ളവരെ, എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ ഒരു വെട്ടുകെടുത്തിയെടുത്ത് അവനെ 2ആയിട്ട് മുറിച്ചിട്ട് 2ഉം വിൽക്കാൻ നോക്കിയ ഞാനും ഇത് തന്നെ വേറൊരു അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അവനോട് കാണിച്ച രീതിയിൽ അത് എന്നെ ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു. എന്താണ്? യു ആർ എൻറ്റയർലി എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനൽ റിയാലിറ്റി. പ്രിയമുള്ളവരെ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ എൻ്റെ കാഴ്ചപ്പാടോടുകൂടെ കാണാൻ പരിശ്രമിച്ചാൽ അതൊക്കെ നെഗറ്റീവാകും. അത് പോസിറ്റീവായിട്ട് കാണാൻ പറ്റണം. വളരെ എളുപ്പത്തിൽ ഞാൻ ഒരു 6 കാര്യങ്ങൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. 1, എവിടെ പോകുമ്പോഴും പറഞ്ഞിട്ട് വേണം അവിടെ പോരാൻ. വീട്ടിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാ? ഇത് നിങ്ങളുടെ മുതിർന്നവരോട് പറയേണ്ട ഒരു കാര്യമല്ല. വീട്ടിൽ LKG പഠിക്കുന്ന ഒരു കുട്ടിയുള്ളൂ എന്ന് വിചാരിക്കും. ഇറങ്ങിപ്പോരുമ്പോൾ ആ കുട്ടീനോട് പറയണം, എന്താണ്, ഞാൻ അമ്മ ഇങ്ങനെ ക്ലാസ്സിൽ പോവാ, വൈകുന്നേരം വരുള്ളൂ. പിന്നുള്ളവരെ, എന്താണ് മെച്ചമെന്നറിയാം? ആ വീട്ടിലേക്ക് ഒരാൾ കയറി വരിക. അപ്പോൾ ഉമ്മറത്ത് LKG പഠിക്കുന്ന കുട്ടിയിരിക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര വിവരം വിദ്യാഭ്യാസമാണ്. ഇപ്പോൾ നമുക്കതാണ് ഇപ്പോഴും വന്നിട്ടില്ല, അവർക്ക് ഭയങ്കര വിവരം. അപ്പോൾ ആ കുട്ടീനോട് ഞാൻ ചോദിക്കണം, മോനെ അപ്പനെന്ത് ചെയ്യും? അപ്പോൾ ഈ കൊച്ചു, അമ്മേ ദേ അപ്പനെന്ത് ചെയ്യുന്നു? പകുത്തുന്ന അമ്മ ആത്തറി കിടക്കുക, എങ്ങോട്ടോ പോയിട്ടുണ്ട്. അപ്പോൾ കൊച്ച്
അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാണ് ആ ചേട്ടൻ. അപ്പോൾ ആ വീടിനെ പറ്റി ഒരു ധാരണയായി. അതേ വീട്, അതേ കുട്ടി, അതേ ചോദ്യം. ഈ കൊച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പൻ ഞാൻ നിങ്ങളുടെ ബാങ്കിൽ പോകണേണ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം. അപ്പൻ എന്തെന്ന് ചോദിക്കുമ്പോൾ കൊച്ചു പറയണം, അപ്പം ബാങ്കിൽ പോവാണ്, 2 മണിയാകുമ്പോൾ വരും. അവിടെ ഉണ്ടാകുന്നൊരു വ്യത്യാസം. അത് നമുക്ക് ആറ്റിറ്റ്യൂഡിൽ ഡിഫറൻസ് വളർത്തിയെടുക്കാനുള്ളൊരു സാധ്യതയാണെന്നുള്ളത്. ബി പങ്ക്ച്വൽ. കൃത്യസമയത്ത് വരാറുണ്ടോ? പങ്ക്ച്വാലിറ്റി എന്ന് വെച്ചാലേ പരപ്രേരണ കൊണ്ട് നാം നടത്തുന്ന ഒരു നിർബന്ധിതമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമല്ല കേട്ടോ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇവിടെ ഇന്ന് ക്ലാസ് തുടങ്ങുന്നത് 9 മണിക്കാണ്, അതുകൊണ്ട് നിങ്ങൾ 9 മണിക്ക് വന്നു. അതല്ല പങ്ക്ച്വാലിറ്റി. പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഒരു ഫ്രീ ഡേ, നിങ്ങളൊരു ടൈം ടേബിൾ ഇടുക. ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേക്കും. ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു. പിറ്റേ ദിവസം 7 മണിക്ക് അലാം അടിച്ചു. പരിപാടി ഒന്നുമില്ലാത്തല്ലേ, 10 മിനിറ്റ് മണി കിടക്കാം. യു ആർ നോട്ട് പങ്ക്ച്വൽ. അതുകൊണ്ട് നിങ്ങൾ പങ്ക്ച്വൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരപ്രേരണ കൂടാതെ നിങ്ങൾ സ്വന്തമായി എടുത്തിട്ടുള്ള ഒരു ടൈം ടേബിളിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഐ ആം പങ്ക്ച്വൽ. സോ പങ്ക്ച്വാലിറ്റി ഷുഡ് കം ഫ്രം ഇൻസൈഡ്. ആ ഒരു ഫീല് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. മൂന്നാമത്തത്, ചിരിച്ചൊക്കെ നിൽക്കണമെന്നാണ്. ചിലരുടെയൊക്കെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ചിരിക്കുന്നത്, ഇത് ചിരിഗ്രന്ഥി ഇല്ലേ എന്ന് വിചാരിച്ചു. പ്രിയമുള്ളവരെ, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണുണ്ട്. അത് ഇളിയാവരുത്. ചിലരുണ്ട് ഒരു ഇളി, അത് കാണുമ്പോൾ തന്നെ സിബ് ഉറക്കണമല്ലേ, എവിടുന്നോ വന്നു എവിടുന്ന് ഒരു പിടി. ചിലർ ചിരിക്കും, അത് മറ്റുള്ളവർക്ക് ഒരു ശല്യമായിട്ട് മാറും. അങ്ങനെ ഒരുപാട് ശല്യമാകുമ്പോൾ ആളെ കൊണ്ടുപോയിട്ട് മുറിയിൽ പൂട്ടിയിട്ടിട്ട് ഫുഡ് ഇങ്ങനെ തള്ളിത്തരും. അതുകൊണ്ട് ചിരി അതൊരു ഇളിയാവരുത്, ഒപ്പം അത് വേറൊരാൾക്ക് ശല്യമാവരുത്. ഇറ്റ് ഷുഡ് കം ഫ്രം ഇൻസൈഡ്. ഇറ്റ് മസ്റ്റ് ബി സ്പോണ്ടേനിയസ്. ആ ചിരി അത് വരുമ്പോൾ അറിയാൻ പറ്റും ആർട്ടിഫിഷ്യലാണോ ഒറിജിനലാണോ. ഒറിജിനൽ ചിരി പെട്ടെന്ന് പോവില്ല, അതിങ്ങനെ നിൽക്കും കുറച്ച് നേരം. അങ്ങനെ നമ്മുടെ ചുണ്ടുകളിൽ തളം കെട്ടി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് ചിരിയെ മാറ്റണം. ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും വില കുറഞ്ഞതുമായ സൗന്ദര്യവർദ്ധക വസ്തുവാണ് എന്ത്? ചിരിയാണ്. എല്ലാവരുടെ അടുത്തും ചിരിക്കാൻ നിൽക്കണ്ട കേട്ടാ. ഈ പറഞ്ഞ 2 കാര്യങ്ങളും കൂടെ നോക്കണം. സോ ട്രൈ ടു ബി ഓൾവേസ് ചിയർഫുൾ. മൂന്നാമത്തത്, ബി പൊളൈറ്റ്. മര്യാദ വേണം. മര്യാദ എവിടെ നിന്ന് കിട്ടും? മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമോ? ഇല്ല. പിന്നെ എവിടെ നിന്നാണ്? മര്യാദ കുടുംബത്തിൽ നിന്ന് കിട്ടണം. എന്നെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും, അത് എത്ര തറയായിക്കോട്ടെ, അവൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇവനൊക്കെ ഏത് കുടുംബത്തിൽ പറഞ്ഞാടാ? തീർന്ന് പിന്നെ നിങ്ങൾ കെട്ടിത്തുമ്മിച്ചെത്താം. അതായത് പൂർവികരെ വരെ തെറി പറഞ്ഞേക്കണം അവൻ. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ വളർത്തു ദോഷം പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പൊളൈറ്റ് അല്ലെന്നാ പറയാം, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ അല്ലേ നല്ല കുടുംബത്തിൽ ഇപ്പോഴാണ് ഒറ്റണം കുടുംബത്തിൽ പറക്കണമില്ല അല്ലേ, ഒക്കെ പറക്കണം ആശുപത്രിയില്ല. കുടുംബത്തിൽ പറഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കേ. 1 2 3 കൈയടിക്കൂ ബാക്കിയുള്ളവര്. സന്തോഷം. ഞങ്ങളുടെ വീട്ടിൽ 10 എണ്ണമാണ്. ഞങ്ങളുടെ വീട്ടിൽ 10 എണ്ണമാണ്. 9 കുടുംബത്തിൽ പറഞ്ഞാണ്. അമ്മ മാത്രം കുടുംബത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത്രക്ക് സ്ഥാനമില്ല വീട്ടിൽ. ബാക്കി എല്ലാത്തിനും അമ്മ കൂളായിട്ട് പെറ്റിട്ടിട്ട് പിറ്റേ ദിവസം പണിക്ക് പോയപ്പോൾ എന്നെ പെറ്റിട്ടെന്ന് മാത്രമല്ല പെറാനും പറ്റിയില്ല, വലിച്ചെറിച്ച് പുറത്തേക്ക് എടുക്കുകയും ചെയ്ത്. അന്നു മുതൽ എൻ്റെ അമ്മക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന സമ്മാനവും സംഭാവനയാണ് നടുവേദനയും മുട്ടുവേദന. അത് മരണം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി 9 എണ്ണത്തിന് മറന്നാലും എന്നെ അമ്മ മറന്നിട്ടില്ലെന്നുള്ള. പ്രിയമുള്ളവരെ, ഒരു മര്യാദ ഉള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ ജീവിക്കണമെന്നാണ്. ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയാം. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോക്ക് താഴെ വീഴും. മുമ്പിലിരിക്കുന്ന കുട്ടിയോട് ഞാൻ ആ ചോക്ക് എടുത്ത് തന്നെ. കൊച്ചു ചോക്ക് എടുത്ത് തരും. ഉള്ളിൽ കൊച്ചിൻ്റെ ഒരു സംഭാഷണം ഉണ്ടാവും. ഡീന്ന് എന്നെ ടീച്ചറായിപ്പോയി കാണിച്ചു തന്നാൽ എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് വീണ്ടും ചോക്ക് താഴ്ത്തു വീണ് വീണ് എടുത്താൽ നിൽക്കുന്നു. അപ്പം ആദ്യത്തെ തന്നെ കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കുള്ളൂ. എവിടെയെങ്കിലും വെച്ച് ഒറ്റക്ക് കിട്ടിയാൽ സൂക്ഷിച്ചോ, എന്തെങ്കിലും സംഭവിച്ചിരിക്കും. പ്രിയമുള്ളവരെ, അതേ കുട്ടി, അതേ ടീച്ചർ, അതേ ക്ലാസ്, ചോക്ക് താഴെ വീഴും. മോളെ ഒന്നെടുത്ത് തരും. അവളിങ്ങനെ എടുത്ത് തരും. എന്നിട്ട് ദൈവമേ ഒന്നുകൂടി വീണേക്കണേ. അവൾ പ്രാർത്ഥിക്കും. വീണ്ടും വീഴുമ്പോൾ പറയണ്ട,
അവളെടുത്ത്. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പൊളൈറ്റ്നെസ് ആൻഡ് ഹാർഡ്നെസ്. അതുകൊണ്ട് ട്രൈ ടു ബി പൊളൈറ്റ്. 3, ട്രൈ ടു ബി ഹെൽപ്ഫുൾ. മറ്റുള്ളവരോട് എന്ത് സഹായ മനസ്കത ഉള്ളവരായി ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം. സഹായം അല്ലേ? എൻ്റെ ബാച്ചിൽ ഒരുത്തനുണ്ട്, അവൻ ഒരാളെ സഹായിക്കൂല. വേറൊരുത്തനുണ്ട്, അവൻ ഒരാളുടെ സഹായവും വേണ്ട. അപ്പോൾ ഒരാളെ സഹായിക്കാത്തവൻ ഇവൻ്റെ അടുത്ത് കൊണ്ടുവരണം, എടാ ഞാൻ അലക്കി തന്നെ ഒന്ന് ചോദിക്കും. കാരണം വേണ്ടെന്ന് പറയും. ഒരു ദിവസം ഞങ്ങളെയൊക്കെ കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞു, എടാ ഇനി എങ്ങനെ അവൻ വന്ന് ചോദിച്ചാ വേണമെന്ന് പറഞ്ഞേക്കണമെന്ന്. ഞങ്ങളെയൊക്കെ കൂടി പിന്നാലെ പോയി അവനോട് ചോദിച്ചു, എടാ ഞാൻ അലക്കി തന്നോ ബെഡ്ഷീറ്റ്? ആ അലക്കി തന്നെ. അത് അപ്പം ഞങ്ങളെ കൂടി നീ അലക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സഹായ മനസ്കത ഉള്ളവരായിട്ട് അഭിനയിക്കാൻ പറ്റുന്നു. ഇറ്റ്സ് ഈസി ടു പ്രിറ്റൻഡ്. അപരൻ്റെ മുമ്പിൽ ഞാൻ സഹായ മനസ്കതയുള്ളവനാണെന്ന് ഉള്ളവളാണെന്ന് അഭിനയിക്കാൻ പറ്റും. പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ ആ ഒരു ഫീലിൽ നമുക്ക് നിൽക്കാൻ പറ്റണ്ടെന്നുള്ളു. ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയതാണ്. എനിക്ക് മുകളിൽ ഒരു ചേട്ടനുണ്ട്, അതിനു മുകളിൽ ഒരു ചേട്ടനുണ്ട്, അതിനു മുകളിൽ ഒരു ചേച്ചിയാണ്. അപ്പം ഞങ്ങളൊരു ദിവസം വീടിൻ്റെ വരാന്തയിൽ, ഇന്നത്തെ കാലത്ത് സിറ്റ് ഔട്ട്, അന്ന് വരാന്തയാണ്, ആ വരാന്തയിൽ ഞങ്ങൾ കല്ല് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ല് കളിക്കുക അല്ലേ, 5 കല്ലുള്ള ഒരു കല്ല്. അങ്ങനെ കല്ല് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം അത് ഉണ്ടാകുന്ന അറിഞ്ഞൂടാ, ഇപ്പം അങ്ങനെ കളിക്കാൻ സാധ്യത. കല്ല് കളിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം എന്ന് വെച്ചാൽ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്ലുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും കൂടെ എറിയാം. അങ്ങനെയുള്ള കലാപ്രകടനങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വീടിനൊരു പടിയുണ്ട്. ഇന്നത്തെ ഗേറ്റ്, മുമ്പ് അത് പടിയാണ്. പടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടക്കാമരത്തിൻ്റെ ഈ കമ്പ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയേക്കാനാണ്. അതിങ്ങനെ നല്ല ഗ്രില്ല് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അറ്റത്തുനിന്ന് ഒരു അടക്കാമരം ഇങ്ങനെ നീക്കി വെക്കും. അതിങ്ങനെ തള്ളിയാൽ തുറക്കൂല, ഇപ്പം സ്വിച്ച് ഇട്ടാൽ തുറക്കണം. അതിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ അടിയിൽ ഇങ്ങനെ പുലി വരച്ചേക്കണ ഒരു പാടുണ്ടാവും, ഇല്ല പഴയ വീട്ടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ആ പടി അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് എന്ത് കളിക്കുക, കല്ല് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ വീട്ടിലേക്ക് വരിക. ദൈവമേ, പുള്ളിക്കാരത്തി 2 കാര്യത്തിന് മാത്രമേ വരാറുള്ളൂ. ഒന്ന്, എന്തെങ്കിലും കുരുത്തക്കേട് ഞാൻ കാണിച്ചിട്ടുണ്ടാവും, അത് വീട്ടിൽ വന്ന് അറിയിക്കുക, വീട്ടിലുള്ളവരിൽ നിന്ന് ഒരു സമ്മാനം എനിക്ക് മേടിച്ചു തരാം. അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് അത് അമ്മനോടോ അപ്പനോടോ പറയാം, അതിന് വേണ്ടിയിട്ട് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ചേച്ചി ചോദിച്ചിട്ടാ, ടീച്ചർ വന്നിട്ടുണ്ടല്ലോ, എന്താണ് നീ കാണിച്ചത്? ഞാൻ പറഞ്ഞു, കാണിച്ചത് ഒരുപാടുണ്ട്, പക്ഷെ കണ്ടത് ഏതാണെന്ന് എനിക്കറിഞ്ഞു. ഈ സാധനം ഏത് കണ്ടിട്ടാണ് എനിക്ക് വന്നതെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഈ മറ്റേ നമ്മുടെ പുലിവരയം വരച്ചിട്ട് ടീച്ചർ അകത്തോട്ട് കയറി വരിക. എന്നിട്ട് ടീച്ചർ ആദ്യം ചോദിച്ചത്, എടാ ജോർജിൻ്റെ വീട് ഏതാണ്? ഓ, ഒരാശ്വാസം. തൊട്ടപ്പുറത്ത് വീട്ടിലെ ജോർജിൻ്റെ അപ്പൻ അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നേക്കണം. അപ്പോൾ ജോർജിൻ്റെ അപ്പനെ കാണാൻ വന്നാണ്. അപ്പോൾ നമ്മളൊക്കെ അന്ന് കാണിച്ച കുരുത്തക്കേടുകൾ ദൈവം സഹായിച്ച് ടീച്ചർ കണ്ടിട്ടില്ല. അങ്ങനെ ആ സന്തോഷത്തിൽ അപ്പോൾ ടീച്ചർ വീട് കാണിച്ചു. അപ്പോൾ എങ്ങനെ കല്ലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ടീച്ചർ തിരിച്ചു വന്നു. അപ്പോഴും ഞങ്ങൾ കല്ല് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ടീച്ചർ ചോദിച്ചിടാ, നിർത്താറായില്ലേ? ഇപ്പം തീരും ടീച്ചറേന്ന്. അമ്മയോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഈ പൊക്കി തുറന്ന ആ ഗേറ്റ് അടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ എൻ്റെ ചേച്ചി ടീച്ചറെ അവിടെ കിടന്നോട്ടെ, ഞാൻ അടച്ചോളാം. പൊക്കിയ പടി അവിടെ തന്നെ ഇട്ടു, ടീച്ചർ നടന്നു പോവാം. അപ്പോൾ ടീച്ചറുടെ ഉള്ളിൽ എന്തുണ്ട്? ഓ, എന്ത് നല്ല ചേച്ചി. ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. എന്ത് നല്ല മാതാപിതാക്കൾക്ക് ആ കൊച്ചിനെ കിട്ടിയതിൽ വളരെ സന്തോഷത്തോട്ട് ഇങ്ങനെ ഈ ടീച്ചർ ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് ടീച്ചറും മറഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഈ ചേച്ചി എഴുന്നേറ്റ് എൻ്റെ പുറത്തൊരു ഒറ്റ ചവിട്ടിട്ട് പോയി അടച്ചിടാന്ന് പറഞ്ഞു. ഞാനിത് അടക്കാൻ പോയപ്പോൾ ആലോചിച്ച് നോക്കണം, എന്തൊരു ദുഷ്ടത്തെയാണല്ലോ ആ ചേച്ചി. കിട്ടിയ ചവിട്ട് വേറെ സമയത്ത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ ടീച്ചറുടെ മനസ്സിൽ ഈ ചേച്ചി സഹായ മനസ്കതയുള്ളൊരു വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, സഹായ മനസ്കതയുള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റും. ഇറ്റ്സ് വെരി ഈസി. ബട്ട് ടു പ്രൂവ് ദാറ്റ് ഐ ആം ഹെൽപ്ഫുൾ ബിഫോർ ക്രൈസ്റ്റ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി എന്നുള്ള. അവസാനത്തത്, ബി പേഷ്യൻറ്റ്. ട്രൈ ടു ബി പേഷ്യൻറ്റ്, അതർവൈസ് യു വിൽ ബി പേഷ്യൻറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ എന്നാണ്. ക്ഷമയില്ലെങ്കിൽ ആശുപത്രി പോയി IPയിലോ OPയിലോ ഒക്കെ ക്യൂ നിൽക്കുമ്പോൾ ക്ഷമ പഠിക്കുമെന്ന് പറയും. എന്തോരം ക്ഷമിക്കണം? 70 പ്രാവശ്യം എണ്ണമൊക്കെ കൂട്ടി വരുമ്പോഴൊന്നുമില്ല. ക്ഷമിക്കുക, അങ്ങോട്ട് ക്ഷമിക്കുക. കുരിശി കിടന്നുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ഭർത്താവ് ഇവർ ചെയ്യണമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാട്ടാ, പക്ഷെ എനിക്കറിയാം, എന്നാലും അവരോട് ക്ഷമിച്ചേക്കും, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, വെറുതെ
നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരെ. എല്ലാ ദിവസവും മനഃപൂർവ്വം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ. കൊണ്ടുവരാം. അപ്പം നിങ്ങൾക്ക് എന്താണ്, എന്ത് രസം, ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ, ചേട്ടന് വേണ്ടി, ചേച്ചിക്ക് വേണ്ടി തോന്നുമോ? ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി. പ്രിയമുള്ളവരെ, പൊറുക്കാൻ എളുപ്പമാണ്, പക്ഷേ മറക്കാൻ പാടാം. മറവി എന്നത് ചില സമയത്ത് വലിയ പുണ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുമെന്നാണ് പറയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നേരത്തെ ഞാൻ പറഞ്ഞു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അടുത്തതൊരു പെർസെപ്ഷനാണ്. നിങ്ങൾ കാണുന്നതൊക്കെ ശരിയാണോ? നിങ്ങൾ കാണുന്നതെല്ലാം ശരിയല്ല. നിന്റെ ശരി വേറൊരുവന് ചിലപ്പോൾ തെറ്റായി മാറും. ഇത് ഞാൻ അതിനെപ്പറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞു വിട്ടു എന്ന് മാത്രം. അതിന് കാര്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് അത് അവസരം തരുന്നില്ല. പ്രിയമുള്ളവർ, ഇതൊന്ന് വായിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഉറക്കെ വായിച്ചേ. എന്തായാലും പൊട്ടത്തെറ്റാണ് അല്ലേ? എന്നിട്ട് നിങ്ങൾ വായിക്കണില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? This is because the human being does not read only through eyes but also through mind. മൈൻഡിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ബാക്കിലിരിക്കുന്നവർ ചില്ലംകൊണ്ടിലിരിക്കുന്നവർ കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? കുഴപ്പമില്ല കേട്ടോ, വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ ആദ്യം എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാറുന്നില്ലേ? എൻ്റെ കുഴപ്പമില്ല. ഈ നടുക്ക് നിൽക്കണ ചേട്ടൻ അറിയാമോ? ആരാണ്? പുള്ളിയുടെ പ്രത്യേകത എന്താണ്? അച്ഛാ, അതെന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കല്ലേ? അല്ല, ഈ യേശുക്രിസ്താന്ന് പറഞ്ഞു. പുള്ളിയുടെ പ്രത്യേകത എന്താ? അങ്ങനെ ഒരാളുണ്ടായിരുന്നോ? മരിച്ചുപോയോ പുള്ളി? പുള്ളി മരിച്ചുപോയാണോ? പുള്ളിയുടെ ആണ്ടെന്നാണോ? മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ ആണ്ടുണ്ടാവില്ലേ? എന്നാലും നമ്മൾ ആണ്ട് ആഘോഷിക്കുമല്ലോ. പുള്ളിയുടെ ആണ്ട് ആഘോഷിക്കണേ എന്നാണ്? ദുഃഖ വെള്ളിയാഴ്ചയാണ് പുള്ളിയുടെ ആണ്ട്. ഇതൊക്കെ അറിയണം. ഈശോയുടെ ആണ്ട് ദുഃഖ വെള്ളിയാഴ്ച. ഈശോയുടെ ഉദ്ധാനമാണ് എന്ത്? ഈസ്റ്റർ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം നല്ലതാണ്. ഈ ചേട്ടനറിയാം ഈ ഏറ്റെടുക്കണ ഉണക്കമാസോ പത്രോസ്? അതാണ് പ്രശ്നമുള്ള. കത്തോലിക്കര് മാത്രം കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെക്കുന്ന എല്ലാവരും ക്രിസ്ത്യാനികളായിരിക്കണമെന്നൊരു നിബന്ധന ഉണ്ടെന്ന് തോന്നണം അല്ലേ? രവീന്ദ്രനാഥ് ടാഗോറാണ് ഇത്. പരിണാമ സിദ്ധാന്തത്തിന്റെ മുതലാളി ആരാണ്? ചാൾസ് ഡാർവിൻ. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞു എന്ന് മാത്രം. ഇത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കിത് ഈശോയുടെ മുഖമാണെന്ന് തോന്നും. ബട്ട് ദർ ഈസ് ഡിഫറൻസ്. ഞാനിത് പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഇത് 3 ചിത്രവും അങ്ങനെ തന്നെയാണ്. രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് വിചാരിക്കും, പക്ഷേ ഒരു ഹോഴ്സ് റൈഡറാണ്, ഒരു സ്ട്രീം സൈഡിൽ കൂടി പോകുന്നുണ്ട്. അടുത്തതാണ് പരിണാമ സിദ്ധാന്തം. പുള്ളിയുടെ കൈ പട്ടിയായിട്ട് പരിണമിക്കുന്നത് കണ്ട. വേറെ ഒന്നുമല്ല, നമ്മുടെ കുട്ടികളെ നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കണം. ഒരെണ്ണത്തിന് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അവരെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, എനിക്ക് പരിചയമുള്ള ഒരു ടീച്ചറുണ്ട്. 12 കുട്ടികളാണ് ടീച്ചർക്ക് സ്വന്തമായിട്ടുള്ളത്. ഈ 12 കുട്ടികളെ ഈ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വെച്ചാൽ ഞാൻ 12 പേർക്കും 10 പ്രാവശ്യം വെച്ച് എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ഞായറാഴ്ച, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന തിരുരക്തത്താൽ എൻ്റെ ആളുടെ പേര് പറയും, എൻ്റെ ഡയസിനെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പൗത്രീകരിക്കണമേ, ആവർത്തിച്ച് പറയും. ഓരോ ദിവസവും ഞാൻ കുർബാനയിൽ ഈ 12 എണ്ണത്തിനെ ഓർക്കും. ജപമാല ചെല്ലുമ്പോൾ ഈ 12 എണ്ണത്തിനെ സമർപ്പിക്കും. അച്ഛാ, എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര സുഖമാണ് അച്ഛാ. അതുങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. പ്രിയമുള്ളവരെ, കുത്തിപ്പിടിച്ച് കോളറിന് പിടിച്ച് ഇങ്ങനെ നോക്കാൻ പറ്റാവുന്നതിനേക്കാളും വലിയൊരു കൃപ പ്രാർത്ഥനയിലൂടെ ഒരു ചാലു വഴി നമ്മൾ സ്വന്തമാക്കിയെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് അല്ലേ? ഇല്ലേ? ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം. കംപ്ലൈൻറ്റ് ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആ കംപ്ലൈൻറ്റിനെ ഞാൻ
വേറൊരു തലത്തിലേക്ക് മാറ്റിത്തരാനുള്ളൊരു ഹെൽപ്പ് ഞാൻ പറഞ്ഞുതരാം. നടുക്കൊരു സാധനം തൂങ്ങി കിടപ്പുണ്ട് അല്ലേ? എന്തുകൊണ്ടാണത്? എ ആൻഡ് ഐ. ഇപ്പോൾ എ ഐ എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിപ്പോൾ വന്നതാ, അത് ഞാൻ അതിക്ക് മുമ്പേ കണ്ടുപിടിച്ച സാധനമാണ്. എ എന്ന് വെച്ചാൽ 2 അക്ഷരങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. എ എന്ന് പറയുന്നാൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ, ഇംഗ്ലീഷ് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഒരു അക്ഷരമാണ്. അതിന് എ എന്തെന്നാ പറയാൻ? ആർട്ടിക്കിൾ. എന്ത് ആർട്ടിക്കിളാണ്? ഡെഫിനിറ്റ് ആണ്, ഇൻഡെഫിനിറ്റ് ആണോ? ഇൻഡെഫിനിറ്റ് ആണെന്ന് ഡെഫിനിറ്റ് ആണോ? അതെ. ഞാൻ പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ കംപ്ലൈൻസ് വരികയാണെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ ഈ എ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണ്. അസ്ഥിരമായിട്ടുള്ളതൊന്നും ജീവിതത്തിൽ വേണ്ടെന്നാ പറയുന്നത്. ഇത് നമുക്ക് വേണ്ട. പ്രിയമുള്ളവർ, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് 50-ൽ 50, വേറൊരു കുട്ടിക്ക് 50-ൽ 9. 50-ൽ 50 കിട്ടുന്ന കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറയും, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാണ്. 50-ൽ 9 കിട്ടിയതിനെ അപ്പം നീ അതവനൊന്നും പഠിക്കൂലടാ. തിരിച്ചു പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? 50-ൽ 50 കിട്ടിയ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണത് അവൻ താനെ പഠിച്ചോളൂ, മറ്റവനെ ഞാൻ പഠിപ്പിച്ചിട്ട് അവൻ 9 കിട്ടിയിട്ടുള്ളൂ. അവിടെയാണ് വ്യത്യാസം. ആറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെയാണ്. അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും സംസാരിക്കുന്നവരെ എന്നെ ഇങ്ങനെ മുമ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എൻ്റെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഐ എന്ന് പറയുമ്പോൾ അതിനെ പറയാം നമ്മൾ ഈഗോ എന്ന് പറയും. ഈഗോന്റെ ഫുൾ ഫോം അറിയാമോ? തമ്പുരാനെ തിക്കി പുറത്താക്കുക, അവിടെ അങ്ങോട്ട് ഇരിക്കുക. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കപ്പെടുന്നതാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആരില്ല? ദൈവമില്ല. പിന്നെ അവൻ ആരായിരിക്കും? അഹങ്കാരിയായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ എന്നെ ഞാൻ എന്ന് പറയാതെ ഐ ഓൾവേസ് സബ്ജക്റ്റ്. ഐ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആകുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് മീ. അതൊന്ന് ഫിൽ ചെയ്ത് എന്ത് സംഭവിക്കും? യുവർ കംപ്ലൈൻസ് ക്യാൻ ബി ഈസിലി ചേഞ്ച്ഡ് ഇൻ ടു കോംപ്ലിമെന്റ്സ്. ടേക്ക് 2 things in your mind. Take away all the indefinite reality. അസ്ഥിരമായതൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക. ഉള്ളിൽ നിന്ന് ഞാനെന്ന ഭാവത്തെ എടുത്ത് മാറ്റി അവിടെ തമ്പുരാനെ സ്ഥാപിക്കുക. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി കംപ്ലൈന്റ് പറയുന്നത് മാറ്റി എന്ത് പറയും? കോംപ്ലിമെന്റ്സ് പറയും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ്. കംപ്ലൈന്റും കോംപ്ലിമെന്റ്സും ഉണ്ട്. ചിലര് കംപ്ലൈന്റിനെ കോംപ്ലിമെന്റ് കൊണ്ട് മൂടിയത്. ഇപ്പൊ കാണുന്നത് എന്താണ്? കംപ്ലൈന്റ്സ് ആണ്. ശരിക്കും എന്താണ് സംഭവിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ രണ്ടും ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കേണ്ടതെന്ന് നമ്മുടെ ഇഷ്ടം. ക്രമീകരണം നമുക്ക് വിട്ടുകൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ക്രമീകരിക്കണം. കംപ്ലൈന്റ് ഉണ്ടാ? ഉണ്ട്. അതെവിടെ ഇരിക്കുക? കോംപ്ലിമെന്റ്സിന്റെ ഉള്ളിലാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ നന്മയും തിന്മയും ഉള്ളവരാണ് നാം. നമ്മുടെ തിന്മകളെ നന്മ കൊണ്ടിങ്ങനെ പൊതിഞ്ഞു വെക്കണം. അപ്പോൾ വേറൊരാൾ എന്നെ കാണുമ്പോൾ എന്താ കാണണേ? നന്മയാണ് കാണണേ. നിങ്ങളെങ്ങനെയുള്ളവരാണെന്ന് അറിയണോ? ഒറ്റ സിമ്പിൾ ടെക്നിക്കുള്ളൂ. അടുത്തേക്കുന്ന ആളൊന്ന് നോക്കിയേ. വെറുതെ ആളുടെ കുറ്റമാണോ നിങ്ങൾ കണ്ടത്? ആളുടെ കുറ്റമാണ് നിങ്ങൾ കണ്ടേക്കണമെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾ കോംപ്ലിമെന്റ്സിനെ കംപ്ലൈന്റ് കൊണ്ട് മൂടിയേക്കണേ. നിങ്ങളുടെ നന്മയെ തിന്മ കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കാം. വേറൊരാളുടെ നന്മ നിങ്ങൾ കാണാൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ തിന്മകളെ നന്മ കൊണ്ട് പൊതി. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ പറ്റി നല്ലത് പറയണം. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഇച്ചിരി നെഞ്ചുവനൊക്കെ ഉണ്ടാവും. ശീലമില്ലാത്ത കാര്യമല്ലേ? അതൊന്ന് ശീലമാക്കാം. അങ്ങനെ നന്മ പറഞ്ഞ് നമുക്ക് തന്നെ നാണം വരണം നമ്മളോട്. നിങ്ങളിപ്പോൾ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ. നന്മ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അയ്യോ, ചെറിയൊരു നെഞ്ചുവേന. ECG എടുത്ത് പോകുമ്പോൾ വ്യത്യാസമുണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും. കാരണം ശീലമില്ലാത്ത കാര്യമുള്ള. അതുകൊണ്ട് നന്മ പറഞ്ഞ് ശീലിക്കണമെന്നാ പറയും. നന്മ പറഞ്ഞ് ശീലിക്കണമെന്നാ പറയും. അങ്ങനെ നന്മ പറഞ്ഞ് ശീലിക്കാനുള്ള ഒരു അവസരം വായിക്കാൻ പറ്റേണ്ടത് 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, try to be a teacher, then try to be a leader. That leading quality can be identified with the 2 realities, that is attitude and perception. The last one is mentoring. മെന്ററിങ് എന്ന് പറയുമ്പോൾ എന്നെ വളർത്തി വലുതാക്കാനായിട്ട് എന്നെക്കാളും താഴ്ന്നതും മുകളിലുള്ളതുമായ ഒരാളിൽ നിന്ന് എന്നെ വഴി നടത്തുന്ന ഒരു മാർഗദർശിയെ സ്വന്തമാക്കാന്നുള്ളതാണ്. വായിച്ചത് 1:1 വായിക്കാൻ പറ്റണ്ട? പുറകിലുള്ളവർക്ക് വായിക്കാൻ പറ്റുണ്ടാവും അല്ലേ? അതെ, അങ്ങനെയാണ് പുറകിലുള്ളവർക്ക് ഇപ്പോൾ ഒരു മെച്ചമുണ്ടായത്. പ്രിയമുള്ളവരെ, ദിസ് ഈസ് ബാഡ് ഐസ്.
കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നത് സാധാരണ എപ്പോഴാണ്? പ്രായം കൂടുമ്പോഴാണ്. പ്രായം എന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. പ്രിയമുള്ളവർ, ഒരു ചേട്ടനും ചേച്ചി ഇവിടെ വെക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? കമോൺ. ഒരു കുഞ്ഞാവടപ്പുണ്ട് ഇതിനകത്തൊരു കുഞ്ഞാവടപ്പുണ്ട്. കുഞ്ഞാവടെ കണ്ണ്, കുഞ്ഞാവടെ മൂക്ക് കാണുന്നുണ്ടോ? കണ്ടവരൊന്ന് കൈവക്കിയേ. ബാക്കി ഇത്രയും പേര് കണ്ടിട്ടില്ല, ബാക്കിയുള്ളവർക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി, നമുക്ക് പിന്നെ നോക്കാം. പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കുകയാണ്. 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ ഗൗരവത്തിൽ ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കാം. Whenever you are disappointed, feel that you have received an appointment from God. ജീവിതത്തിലെ നിരാശ എന്ന് പറയുന്നത് കർത്താവിന് നിന്നെ കാണാനുള്ള ആശയാണ്. അത് നീ എന്ന് തിരിച്ചറിയണ്, അന്ന് നിന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. DIS അപ്പോയിൻമെൻറ്റ്. സാധാരണ ഈ ഇൻഫർമേഷൻ സർവീസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ. അതുപോലെ ഞാൻ വിശ്വസിക്കുന്നത് DIS എന്ന് വെച്ചാൽ ഡിവൈൻ ഇൻഫർമേഷൻ സർവീസ്. കർത്താവ് നിനക്ക് വ്യക്തിപരമായിട്ട് ഒരു SMS ഇട്ടിരിക്കുക. എന്താണ്? കുറേ നാളായാലും മോളെ കണ്ടിട്ട് ഒന്ന് വന്നൂടെ, കുറച്ച് നേരത്തിൻ്റെ അടുത്തിരുന്നൂടെ? കർത്താവിന് നിന്നെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവ് നിനക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് ഡിസപ്പോയിൻമെൻറ്റ്. സോ വെനെവർ യു ആർ ഡിസപ്പോയിൻറ്റഡ്, യു മസ്റ്റ് ബി ഹാപ്പി ബിക്കോസ് ഗോഡ് വാണ്ട്സ് ടു meet you in person. So try to find out some time. It is better to be in the Eucharistic presence. Spend the time before that reality. You will be extremely happy. And whenever you are coming from that Eucharistic reality, you will be excited and give a big gratitude ടു ക്രൈസ്റ്റ്. എന്താ പറയുക? കർത്താവേ, എന്നെ നിരാശയിലേക്ക് കൊണ്ടുവന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണമെന്നാണ് പറയാം. പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു സ്ലൈഡിലൂടെ ഞാൻ അവസാനിപ്പിക്കാം. എ ടീച്ചർ വിത്ത് പെർസെപ്ഷൻ ആൻഡ് റിയൽ ആറ്റിറ്റ്യൂഡ് ഈസ് എ മെന്റർ. അറിഞ്ഞത് കൊടുക്കുന്നവൻ, അറിഞ്ഞ് കൊടുക്കുന്നവൻ. ബാക്കിൽ ഒരെണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അറിഞ്ഞത് കൊടുക്കുന്നവൻ അധ്യാപകൻ, അതല്ല നിങ്ങൾ. അറിഞ്ഞു കൊടുക്കുന്നവനാണ് മാർഗദർശി. ഇതിനോട് ചേർത്ത് വയ്ക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ രണ്ടിൻ്റെയും ഓരോ അക്ഷരങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. അത് ഞാൻ ഇങ്ങനെ ഒന്ന് ചിത്രീകരിക്കുന്നു. അറിഞ്ഞു കൊടുക്കുക, അറിഞ്ഞത് കൊടുക്കുക. അറിഞ്ഞു കൊടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താം. ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ നിങ്ങളൊക്കെ കേട്ട് പഴകിയ ഒരു ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കുക. പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. സ്കൂളിലേക്ക് അധ്യാപകർ സമ്മിശ്ര വികാരത്തോടുകൂടെ ഇങ്ങനെ കടന്നു വരിക. കുട്ടികൾക്കൊക്കെ പല വിധത്തിലുള്ള വികാരങ്ങളാണ്. ചിലർക്ക് പഴയ കൂട്ടുകാരെ വീണ്ടും കണ്ടതിൻ്റെ സന്തോഷം, വേറെ ചിലർക്ക് വീട്ടിൽ നിന്ന് പോന്നതിൻ്റെ സങ്കടം, വേറെ ചിലർക്ക് അവധി അവസാനിപ്പിച്ചതിൻ്റെ ദുഃഖം. സമ്മിശ്ര വികാരത്തോടുകൂടെ വിദ്യാലയത്തിലേക്ക് വരുന്ന ഈ കുട്ടികൾക്ക്, 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. കാരണം അവർക്ക് പുതിയൊരു അധ്യാപികയെ ക്ലാസ് ടീച്ചറായിട്ട് കിട്ടിയിരിക്കും. ആ ടീച്ചറെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വളരെ ഭംഗിയായിട്ട് ഒരുങ്ങാം. അങ്ങനെ നല്ല പൂക്കളൊക്കെ ഒരുക്കി നല്ല ഡെക്കറേഷനൊക്കെ നടത്തി എല്ലാ കുട്ടികളും കൂടെ കൈയടിച്ച് ഈ ടീച്ചറെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. ടീച്ചർ ആദ്യമായിട്ട് തൻ്റെ കുട്ടികളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ അപക്വമായ ചില ചേഷ്ടകൾ കാണിച്ച് തൻ്റെ വാക്കിന് ഒരു വില പോലും കൊടുക്കാതെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ ടീച്ചർ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ആ ശ്രദ്ധ വളരെ ഒരു വിരോധമായിട്ട് ഉള്ളിലിങ്ങനെ വളരുക. ടീച്ചർക്ക് ഒട്ടും ആ കുട്ടി ഇഷ്ടമായില്ല. കാരണം ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ പറഞ്ഞത് ബാക്കി എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ശ്രദ്ധിച്ചിരിക്കാത്ത കുട്ടികളെ കൂടെ, ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികളെ കൂടെ അസ്വസ്ഥത കൊടുത്തുകൊണ്ട് അവനിങ്ങനെ പെരുമാറുക. ടീച്ചർക്ക് അവനോട് വല്ലാത്തൊരു വെറുപ്പ് ഉള്ളിൽ തോന്നും. അതിങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു.
അത് അവർക്ക് തമ്മിൽ ഒട്ടും അടുക്കാനായിട്ട് പറ്റിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞപ്പോൾ പരീക്ഷ പേപ്പർ എടുത്ത് പ്രോഗ്രസ് റിപ്പോർട്ട് റെഡിയാക്കി. പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാതാപിതാക്കൾ ഒപ്പിടാൻ വരുന്നൊരു ദിവസമാണ്. ഈ ക്ലാസ് ടീച്ചർ ഈ കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വളരെ മോശമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് മാതാപിതാക്കൾ കാണാൻ വേണ്ടിയിട്ട് എഴുതിയത്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അവസാന ഒപ്പിടാൻ വേണ്ടി ഇത് പ്രധാന അധ്യാപികയുടെ കയ്യിലെത്തിയപ്പോൾ പ്രധാന അധ്യാപിക ഇത് വായിച്ചിട്ട് പ്രധാന അധ്യാപികയ്ക്ക് സങ്കടമായി. പ്രധാന അധ്യാപിക ഈ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ, ഈ റിപ്പോർട്ട് മാതാപിതാക്കൾ കാണുമ്പോൾ അവർക്കൊരു സങ്കടമാവില്ലേ, ഇതെന്തെങ്കിലും ഒന്ന് മാറ്റി എഴുതാൻ പറ്റും? അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞു, അത് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ധാരാളം, അങ്ങനെയല്ല അവനെപ്പറ്റി എഴുതേണ്ടത്, അതിനേക്കാളും മോശമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്, അതെൻ്റെ നന്മ കൊണ്ടാണ്, അല്ലെങ്കിൽ വളരെ മോശം റിപ്പോർട്ടായിരിക്കും ഞാൻ എഴുതാൻ പോകുക. പെട്ടെന്ന് ഈ പ്രധാന അധ്യാപിക തൊട്ടടുത്തുണ്ടായിരുന്ന പ്യൂണിനെ വിളിച്ചിട്ട് ടെഡി എന്നവൻ്റെ പേര്, ടെഡിയുടെ കഴിഞ്ഞ 3 വർഷത്തെ 3, 4, 5 ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് ഈ ടീച്ചർക്ക് കൊടുത്തു. ടീച്ചർ ആ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു. ഏറ്റവും മുകളിലിരിക്കുന്നത് 3-ാം ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. പ്രോഗ്രസ് റിപ്പോർട്ടിൽ അന്നത്തെ ക്ലാസ് ടീച്ചർ അവനെപ്പറ്റി എഴുതിയിരിക്കുന്നത്, ടെഡി എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിയാണ്, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നതും അവനാണ്. ടീച്ചർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. തിരിച്ചും മറിച്ചു നോക്കി, അത് എൻ്റെ ക്ലാസ്സിലെ ടെഡിയാണ്. വേഗം 4-ാം ക്ലാസ്സിലെ റിപ്പോർട്ട് എടുത്തു. 4-ാം ക്ലാസ്സിലെ റിപ്പോർട്ടിൽ ടീച്ചർ എഴുതിയിരിക്കുന്നത്, അവൻ പഠിത്തത്തിൽ ഒരല്പം പിന്നോക്കം പോന്നിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, അവൻ്റെ അമ്മ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ. 5-ാം ക്ലാസ്സിലെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അന്നത്തെ അധ്യാപിക എഴുതിയിരുന്നത് എങ്ങനെയാണ്, ടെഡിയുടെ അമ്മ അവനെ വിട്ടുപോയി, ഇനി അവനെ തിരിച്ചെടുക്കണമെങ്കിൽ ഒരു അമ്മയായി ആരെങ്കിലും അവൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങേണ്ടത് അത്യാവശ്യം. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് വായിക്കുമ്പോൾ ഈ ടീച്ചറുടെ കണ്ണുകൾ ഈറനണിഞ്ഞിട്ടുണ്ടായി. എവിടെ നിന്നോ ഒരു തുള്ളി കണ്ണുനീർ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വീഴുന്നത് കണ്ട പ്രധാന അധ്യാപിക ഇനി ഒരു നിർദ്ദേശത്തിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ടീച്ചറെ ക്ലാസ്സിലേക്ക് തിരിച്ചുവിട്ടു. ക്ലാസ്സിൽ കയറിയപ്പോൾ ടെഡി പഴയതുപോലെ തന്നെ അരോചകമായ പ്രവൃത്തിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴും അന്ന് ടീച്ചർ അവനെ ആദ്യമായി നോക്കി. ആ നോട്ടം പറഞ്ഞത് അവൻ്റെ ശരീരത്തിലായിരുന്നില്ല, മറിച്ച് ചങ്കിലായിരുന്നു. നോട്ടത്തിൻ്റെ പ്രത്യേകത ടെഡിയും തിരിച്ചറിഞ്ഞു. അവരെത്രമാത്രം അകന്നാണോ നിന്നിരുന്നത്, ആ അകൽച്ച ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അവസാനം അധ്യാപക ദിനത്തിൻ്റെ ദിവസം കുട്ടികൾ ടീച്ചർക്ക് സമ്മാനം കൊടുക്കുന്നൊരു പതിവുണ്ട്. അന്ന് ടീച്ചർ ക്ലാസ്സിൽ കയറിയപ്പോൾ പഠിപ്പിക്കാൻ നിൽക്കുന്ന മേശപ്പുറത്ത് ഒരുപാട് സമ്മാനപ്പൊതികൾ ഇങ്ങനെ കുമ്പാരം കൂട്ടിയിട്ടിരിക്കുക. അതിലൊരു പൊതി ടീച്ചറുടെ ശ്രദ്ധയിൽ പതിഞ്ഞു. അത് വേറൊന്നുമായിരുന്നില്ല, മുഷിഞ്ഞ ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ അത്ര ഭംഗിയില്ലാത്ത ഒരു പൊതിക്കെട്ട്. അത് താൻ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന, ആഴമായി അടുത്തുകൊണ്ടിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട കുട്ടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സമ്മാനപ്പൊതി ടീച്ചർ സ്വന്തമാക്കാം. സമ്മാനപ്പൊതി എടുത്തു എന്ന് കണ്ടപ്പോൾ ഈ ടെഡി ആകെ അസ്വസ്ഥനായി. അവൻ പതുക്കെ ഇങ്ങനെ പിന്നോക്കം മാറി ഏറ്റവും പിന്നിൽ മതിലിൽ ഇങ്ങനെ ചാരി തല കുമ്പിട്ട് നിൽക്കുക. ടീച്ചർ ഈ സമ്മാനപ്പൊതി തുറന്നു. അതിൽ 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഉപയോഗിച്ച് പാതി തീർന്ന ഒരു പെർഫ്യൂം ബോട്ടിൽ ഭംഗി നഷ്ടപ്പെട്ട ഒരു നെക്ലസ്. തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന വില കൂടിയ വൈര്യമാല അഴിച്ചുവെച്ച് ഈ ടീച്ചർ ഈ നെക്ലസ് കഴുത്തിലണിഞ്ഞു. അത്രയും നേരം താഴേക്ക് നോക്കി നിന്ന ഈ ടെഡി പതുക്കെ കണ്ണു തുറന്ന് തൻ്റെ ടീച്ചറെ നോക്കി. അവസാനം ഈ പെർഫ്യൂം അവൾ തുറന്ന് ടീച്ചർ തൻ്റെ ശരീരത്തിൽ ഈ പെർഫ്യൂം അടിക്കുക. പിന്നിൽ നിന്ന ടെഡി പതുക്കെ ടീച്ചറുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ഇതെൻ്റെ അമ്മ അവസാനം വരെ ഉപയോഗിച്ചിരുന്ന പെർഫ്യൂമാണ്. അമ്മ മരണപ്പെട്ടതിന് ശേഷം അപ്പൻ ഈ അമ്മയെ കുളിപ്പിക്കാനെടുത്തപ്പോൾ അമ്മയുടെ കഴുത്തിൽ നിന്ന് അന്ന് എൻ്റെ കയ്യിലേക്ക് തന്ന നെക്ലസ്സാണ് ഇപ്പോൾ ടീച്ചർ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത്. ടീച്ചറെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് അവൾ പറഞ്ഞു, ഈ ടെഡി പറയുന്നുണ്ട്, ടീച്ചറെ, ടീച്ചർക്ക് ഇപ്പോൾ എൻ്റെ അമ്മയുടെ മണം, ഞാൻ ടീച്ചറെ അമ്മയെന്ന് വിളിച്ചോട്ടെ. പ്രിയമുള്ളവരെ, അത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളുടെയും മുമ്പിൽ വെച്ച് ഈ ടീച്ചർ ഇവനെ ഇങ്ങനെ നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിക്കുകയായിരുന്നു.
ആ കൂട്ടുകാർ തിരിച്ചറിഞ്ഞു, 3 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ കൂട്ടുകാരൻ ടെഡിയെ ഞങ്ങൾക്കിതാ തിരിച്ചു കിട്ടുക. ആ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ടീച്ചർ അവനെപ്പറ്റി എഴുതി. ടെഡി എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിയാണ്, അവനാണ് എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടി. ടീച്ചർ അവൻ്റെ മുമ്പിൽ ഒരമ്മയായി പെയ്തിറങ്ങിയപ്പോൾ ആ കുഞ്ഞ് വീണ്ടും നല്ല ഒരു കുട്ടിയായി രൂപാന്തരപ്പെടുകയായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ അമ്മയാകാൻ വിളിക്കപ്പെട്ടവരാണ്. അമ്മ എന്നത് ജന്മം കൊണ്ട് സ്വന്തമാക്കുന്ന ഒരു പദവിയല്ല, കർമ്മം കൊണ്ട് ആർജിച്ചെടുക്കുന്ന ഒരു പുണ്യമാണ്. ആ പുണ്യത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.